ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു 90 പ്ലസ് ഇന്ത്യാസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. എന്താണ് മക്കളെ, നിങ്ങൾ 4 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ് അല്ലേടാ? എന്താ ഇത്ര ലേറ്റ് ആയി? ഉറങ്ങുമായിരുന്നോ ഷഫ്ന? ഷഫ്ന ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കാൻ പറ്റുമോ? ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചേ. ആരോൺ, സോജനും സൈഫ, ഖദീജ എന്താണ് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? ആരോൺ, സൈഫ എന്താണ് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? ഓക്കെ ഓക്കെ. സൈഫ, ഖദീജ എന്താടാ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? ഒന്ന് തുറന്നിടാ. വീഡിയോ ഓൺ ചെയ്ത മോളെ സൈഫ. ഓൾറെഡി 10 മിനിറ്റ് ഞങ്ങൾ ലേറ്റ് ആയി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് മുതൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ആണ് ടുഡേ ഓൺവേർഡ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ മക്കൾ എന്ത് ചെയ്യാ? ടെക്സ്റ്റും നോട്ടും മെറ്റീരിയൽ, മാം അയച്ചു തന്ന മെറ്റീരിയലും എല്ലാം റെഡി ആക്കി വെച്ചിട്ട് ക്ലാസ്സിൽ ഇരുന്നോളൂ. ഷഫ്ന, മിസ് പറയുന്ന കേൾക്കുന്നുണ്ടോ? ഹലോ ഷഫ്ന. ഓക്കെ കേൾക്കാം ഓക്കേടാ. ശരിടാ, എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു മിസ് പഠിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നത്? ടേം 2-ലെ ആദ്യത്തെ 2 ചാപ്റ്റർ നിങ്ങളോട് പഠിച്ചു വരാൻ വേണ്ടി മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നുടാ? ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു മക്കളെ പഠിച്ചു വരാൻ പറഞ്ഞത്? എടാ വല്ലതും പറയടാ, ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചു വരാൻ പറഞ്ഞ? സൺഡേ ആയതുകൊണ്ട് മിസ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് മാമിനോട് ദേഷ്യത്തിലാണോ? അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത്? ആണോടാ? ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചു വരാൻ പറഞ്ഞത് മിസ്? അന്ന് പറഞ്ഞേ. ടേം 2-ലെ ആദ്യത്തെ 2 ചാപ്റ്റർ ആണെന്ന് മിസ് ഓൾറെഡി പറഞ്ഞു. ആ ടേം 2-ലെ ആദ്യത്തെ 2 ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് കൂടി പറ. ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഇല്ലാതെ മാം ഇങ്ങനെ റേഡിയോ പോലെ പാടിക്കൊണ്ടിരുന്ന എങ്ങനെ ശരിയാവാ? എന്തേലും ഒരു റിയാക്ഷൻ വേണ്ടേ? ഏതൊക്കെ ചാപ്റ്റർ ആടാ? ആരോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്നിട്ട് ആരോൺ പറഞ്ഞ ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു മിസ് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞതെന്ന്? വാവ്, റൈറ്റ്. ടോക്കിംഗ് ഓഫ് സയൻസ് ആട്ടോ, ടേക്കിംഗ് ഓഫ് സയൻസ് അല്ല. ടോക്കിംഗ് ഓഫ് സയൻസ് ആൻഡ് എൻജിൻ ട്രിബിൾ ആയിരുന്നു മിസ് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞത്. പഠിച്ചിട്ടുണ്ടോടാ? രണ്ടുപേരും പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഷഫ്ന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഷഫ്ന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഓട്ടോ അൺമ്യൂട്ട് ചെയ്ത ഷഫ്ന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഹലോ ഷഫ്ന, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ലാൻഡ്സ്കേപ്പ് മോഡിൽ ഫോൺ വെച്ചിട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. സൈഫ എന്താ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് കുറെ സമയമായല്ലോ സൈഫ. വീഡിയോ ഓഫ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നേ? ഓക്കെ. ആരോണിനോട് ചോദിക്കാം. അതായത് ആരോൺ, മിസ് ചോദ്യം ചോദിക്കാം. നമ്മുടെ ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്റർ ആരുടെ ഇന്റർവ്യൂ ആണ്? ഡോക്ടർ അജിത് പരമേശ്വരൻ അല്ലെ? ഡോക്ടർ അജിത് പരമേശ്വരന്റെ ഇന്റർവ്യൂ ആയിരുന്നു ആ ഒരു ഇന്റർവ്യൂ. യെസ്, കറക്റ്റ്. ആൻഡ് ഷഫ്നയോടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷഫ്ന, അതായത് ഈ എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോടാ, ആ എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലോ കുട്ടി. ഇപ്പൊ ഓക്കെ അല്ലേടാ ഷഫ്ന? ഓക്കേടാ. അതായത്
എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്ററിൽ എന്താണ് സംഭവം? ഒരു നറേറ്റർ എന്താണ് വിൻ ചെയ്തത്? എന്തായിരുന്നു അദ്ദേഹം വിൻ ചെയ്തത്? അദ്ദേഹത്തിന് കിട്ടിയ പ്രൈസ് എന്തായിരുന്നു? എന്താടാ? എന്താടാ കിട്ടിയത്? ഹലോ, ഒന്ന് പറഞ്ഞടാ, എന്തായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് അദ്ദേഹത്തിന്? എൻജിൻ ട്രബിൾ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണോ? ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് അറിയില്ലേ? അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞ്, ഏതായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതെന്ന്? ആണോ? സൈഫ ഖദീജ പുതിയ കുട്ടിയാണെന്ന് ഞാൻ നോട്ട് ചെയ്തിരുന്നു. സൈഫ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത്. സൈഫ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചേടാ ഫോൺ. ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കട്ടാ. ഓക്കെ. സൈഫ ഏത് ചാപ്റ്റർ മുതലായിരുന്നു ജോയിൻ ചെയ്തത്? മിസ്സിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് തോന്നുന്നുണ്ട് അല്ലെ? ഫസ്റ്റ് ക്ലാസ് ആണോ? സെക്കൻഡ് ക്ലാസ് ആണ് അല്ലെ? സൈഫ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്ലാസ് ടീച്ചർ കയ്യിൽ നിന്നും ലിങ്ക് വാങ്ങി കാണാൻ വേണ്ടി? കഴിഞ്ഞ ക്ലാസ്സുകളുടെ ഒക്കെ ലിങ്ക് വാങ്ങി കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താ കാണാത്ത? ടീച്ചറോട് ചോദിച്ചില്ല? ടീച്ചർ തന്നിട്ടുണ്ടോ? ലിങ്ക് തന്നിട്ടുണ്ടോ? ചോദിച്ചത് എപ്പോഴായിരുന്നു മോള്? ഇന്ന് തന്നെയാണോ ചോദിച്ചത്? അത് മുമ്പേ ചോദിക്കേണ്ടതായിരുന്നില്ലേ? മുമ്പേ ചോദിക്കേണ്ട കാര്യമായിരുന്നില്ലേടാ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇനി എന്ത് ചെയ്യാൻ മോള്? ഫുൾ ക്ലാസ്, എല്ലാ ക്ലാസ്സും ഇരുന്ന് കാണാം നെക്സ്റ്റ് റിവിഷന് മുമ്പായിട്ട്. ഓക്കെ, ഇന്ന് മിസ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് കേട്ട് നോക്കാം. എന്നിട്ട് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം വീണ്ടും ഇന്നത്തെ ക്ലാസ്, ഈ റിവിഷൻ വീണ്ടും ഒന്ന് കേട്ട് നോക്കാം. ഓക്കേടാ? ഓക്കെ, ശരി എന്നാ. എന്തൊക്കെ ഷഫ്ന പറഞ്ഞേടാ? റോഡ് എഞ്ചിൻ. യെസ്, വെരി ഗുഡ്. സൈഫ വീഡിയോ ഓഫ് ചെയ്യരുത് ക്ലാസ്സിൽ. ഓക്കെ, വീഡിയോ ഓൺ വെക്കണം കേട്ടോ. ശരി, എന്നാ നമുക്ക് ചാപ്റ്ററിലോട്ട് പോയാലോ? ആദ്യം തന്നെ മിസ് പറഞ്ഞ ചാപ്റ്റർ ഏതാണ്? ടോക്കിംഗ് ഓഫ് സയൻസ് അല്ലെ? ഒരു ഇന്റർഫേസ് വിത്ത് സയന്റിസ്റ്റ്, ഒരു സയന്റിസ്റ്റുമായിട്ടുള്ള ഒരു ഇന്റർഫേസ് ആയിരുന്നു ഈ ഒരു ചാപ്റ്റർ. എടാ, നമുക്ക് ഈ ഒരു റിവിഷൻ മെത്തേഡ് വരുന്നുള്ളത് ആദ്യം തന്നെ ചാപ്റ്ററിന്റെ ഒരു സമ്മറി മാം പറഞ്ഞു തരും. അതിനുശേഷം ഇതിൽ വരുന്ന ഡിസ്കോഴ്സസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കോഴ്സസ് ഏതൊക്കെയാണെന്ന് മാം പറഞ്ഞു തരുന്ന രീതിയിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് റിവിഷൻ പോകുന്നുള്ളത്. ഓക്കെ അല്ലേ ഗൈസ്? യു ബി അലേർട്ട്, കറക്റ്റ് ആയിട്ട് ഇരിക്കാട്ടോ. അതിനു മുമ്പ് ഡോക്ടർ അജിത് പരമേശ്വരനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈസ് എൻ ഇന്ത്യൻ ആസ്ട്രോഫിസിസ്റ്റ് സ്പെഷ്യലൈസിംഗ് ഇൻ ഗ്രാവിറ്റേഷണൽ വേവ് ഫിസിക്സ്. അതായത് നമ്മുടെ ഡോക്ടർ അജിത് പരമേശ്വരൻ എന്ന് പറയുന്ന ആരാണ്? ഒരു ഇന്ത്യൻ ആസ്ട്രോഫിസിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ഗ്രാവിറ്റേഷണൽ വേവ് ഫിസിക്സിലാണ് കൂടുതലും സ്പെഷ്യലൈസ് ആയിട്ടുള്ളത്. He works at the International Center for Theatrical Science in Bangalore. അതായത് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ICTS-TIFR അദ്ദേഹം സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മക്കളെ. ഫോക്കസിംഗ് ഓൺ ഗ്രാവിറ്റേഷണൽ വേവ് ആസ്ട്രോണമി ആൻഡ് കോസ്മോളജി. അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് അവിടെ ഗ്രാവിറ്റേഷണൽ വേവ് ആസ്ട്രോണമിയും അതുപോലെ തന്നെ കോസ്മോളജിയുമായിരുന്നു. ഹിസ് റിസർച്ച് കോൺട്രിബ്യൂട്ട്സ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ദ യൂണിവേഴ്സ് ത്രൂ ഗ്രാവിറ്റേഷണൽ വേവ്സ്. അദ്ദേഹത്തിന്റെ ഈ റിസർച്ച് കൊണ്ട് ലോകത്തിലേക്ക് കുറെ അധികം കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ലൈക്ക് എന്താ പറയാ, യൂണിവേഴ്സ് ത്രൂ ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഈ ഒരു ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഈ യൂണിവേഴ്സ് പോകുന്നുള്ളത് അതിന്റെ ത്രൂ എന്തുകൂടിയാണ്? ഗ്രാവിറ്റേഷണൽ വേവ്സിൽ കൂടിയാണെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു റിസർച്ച് കാരണം നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് കുറെ അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനിയോ നമുക്ക് സമ്മറിയിലോട്ട് പോകാം. എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന്? ഇപ്പൊ കറക്റ്റ് ആയിട്ടും ശ്രദ്ധിക്കണേ.
മേ ബി മോൾക്ക് ഈ ഒരു സമ്മറി വായിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടും ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയേക്കാം. എന്നിട്ട് ചാപ്റ്റർ കൂടി കേൾക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് മോൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, summary. Talking of Science by Dr. Ajit Parameswaran highlights the idea that science is not just a subject studied in classrooms but an essential part of everyday life. മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ ഡോക്ടർ അജിത് പരമേശ്വരൻ ഈ ഒരു ഇന്റർഫേസിൽ എന്താണ് പറയുന്നത്? അതായത് ഡോക്ടർ അജിത് പരമേശ്വരൻ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ സയൻസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്ട് മാത്രമല്ല, ഒരു ക്ലാസ് റൂമിൽ വെച്ച് പഠിക്കാനുള്ള ഒരു സബ്ജക്ട് മാത്രമല്ല ഈ ഒരു സയൻസ് എന്ന് പറയുന്നത്. മറിച്ച് എന്തുകൂടിയാണ്? ബട്ട് അൺ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, എല്ലാ ദിവസമുള്ള ഈ ഒരു ലൈഫ് ഉണ്ടല്ലോ, നമ്മുടെ ഡേ ഉണ്ടല്ലോ, ആ ഓരോ ദിവസവും നമ്മുടെ എസെൻഷ്യൽ പാർട്ടായി മാറിയ ഒരു സംഭവമാണ് സയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചിന്തിച്ചാൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓരോ സമയവും കടന്നു പോകുന്നത് ഓരോ സയൻസിലെ കൂടിയായിരിക്കും. അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ച് എക്സാം എഴുതാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു സബ്ജക്ട് മാത്രമല്ല, ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന രീതിയിലുള്ള ഒരു സബ്ജക്ട് മാത്രമല്ല ഈ ഒരു സയൻസ് എന്ന് പറയുന്നത്. മറിച്ച് സയൻസ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. നമ്മുടെ എവറിഡേ ലൈഫിലെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ് ഈ ഒരു സയൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടാ, നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ മിസ് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ അറിഞ്ഞില്ല എങ്കിൽ മിസ് ഇമ്പോസിഷൻ തരും. ഓക്കേടാ? ഒരു മിനിറ്റ്. എടാ കേൾക്കാവോ? ഹലോ, ഓക്കെടാ. എന്താ മിസ് പറഞ്ഞെന്തായിരുന്നു? അതായത് ദി ഓതർ എക്സ്പ്ലെയിൻസ് ദാറ്റ് സയൻസ് ഷേപ്സ് എവറിത്തിങ് അറൗണ്ട് us. ഈ ഒരു ഓതർ, നമ്മുടെ ഈ ഒരു ഓതർ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മുടെ സയൻസ് സബ്ജക്ട് ഉണ്ടല്ലോ, ആ സയൻസിനെ പറ്റി, സയൻസിനെ കുറിച്ചിട്ട് മിസ് ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാതെ സയൻസിനെ പഠിക്കാൻ വേണ്ടി പോകരുത് കേട്ടോ. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സയൻസ് പഠിച്ചോളൂ. സയൻസിന്റെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, ആ ഓതർ ഇവിടെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സയൻസ് എന്ന് പറയുന്നത് ഷേപ്സ് എവറിത്തിങ് അറൗണ്ട് us. നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ കാര്യങ്ങളെയും ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു സയൻസ് എന്ന് പറയുന്നത്. From the food we eat and the medicines we use to the technologies and machines that make life comfortable. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മക്കളെ, എന്താണ് ഫുഡ്? ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, ആ ഫുഡ് മുതൽ അതുപോലെ തന്നെ ഞങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ്, ഇതൊക്കെ എന്താ? മെഷീൻസ്. ഇതൊക്കെ എന്താ? നമ്മെ കംഫർട്ട് ആക്കുന്ന രീതിയിലുള്ള ഈ ടൈപ്സ് ഓഫ് തിങ്സ് ഒക്കെ സയൻസ് ആണ്, അല്ലേടാ? ഇതൊക്കെ സയൻസ് ആണ്. ഹിസ്റ്ററി, നിങ്ങളിപ്പോ വീഡിയോ നോക്കുന്നില്ല, അതായത് നിങ്ങളിപ്പോൾ ക്ലാസ് കേൾക്കുന്നില്ല, ആ ഒരു ടൈപ്പ് ഓഫ് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതുപോലും എന്താണ്? ഒരു സയൻസ് ആണ്. യെസ്. അതുപോലെ തന്നെ he stresses that true science begin with curiosity, the desire to ask questions and the courage to explore the unknown. അതായത് ഈ ഒരു സയൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സയൻസ് തുടങ്ങുന്നത് ഒരു ക്യൂരിയോസിറ്റിയിൽ വെച്ചിട്ടാണ്. അതായത് ഏതൊരു കാര്യം, അറിയാത്ത ഒരു കാര്യം കാണുന്ന സമയത്ത് അത് അറിയാൻ വേണ്ടി, ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ആ കാണിക്കുന്ന ഒരു കറേജ് ഉണ്ടാവുമല്ലോ. എന്തായിരിക്കും അത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ. ആ ഒരു ചോദ്യങ്ങളിൽ നിന്നാണ് ഈ ഒരു സയൻസ് ഉടലെടുക്കുന്നത്. സയൻസ് ഫോം ആവുന്നുള്ളത്
ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. ഇവിടെ പറയുന്നുണ്ട് ട്രൂ സയൻസ് തുടങ്ങുന്നുള്ളത് ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഇവിടെ പറയുന്നുണ്ട്. പ്ലീസ് നോട്ട് ഇറ്റ്. ഓക്കെ, ബിഗൈൻസ് വിത്ത് ക്യൂരിയോസിറ്റി. ഓക്കേടാ. എന്നിട്ടോ അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിന്റെ ആ ഒരു തിയറി പ്രകാരം സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ സയന്റിഫിക് നോളജ്. അദ്ദേഹം പറയുന്നുണ്ട് സയന്റിഫിക്കൽ ആറ്റിറ്റ്യൂഡിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സയന്റിഫിക് ആയിട്ടുള്ള ഒരു നോളജ് എന്ന് പറയുന്നത്. ആ സയന്റിഫിക് ആയിട്ടുള്ള അറിവാണ് അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനേക്കാളും മികവുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. This attitude includes observing carefully, thinking logically, experimenting and refusing to accept anything blindly. അതായത് അദ്ദേഹം പറഞ്ഞു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ആണ് സയന്റിഫിക് നോളജിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന്. എന്താണ് ഈ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഒരു കാര്യം കാണുന്ന സമയത്ത് അതിനെ ഞങ്ങൾ ഒബ്സർവ് ചെയ്യുക, നല്ല കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുക. അതുപോലെ തന്നെ ആ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ തിങ്ക് ചെയ്യുക ലോജിക്കലി ആയിട്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു മെഷീൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിന്റെ ആക്സസറീസ് ഇങ്ങനെയായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ലോജിക്കലി ആയിട്ട് തിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്യുക. ആൻഡ് റെഫ്യൂസിങ് ടു അക്സെപ്റ്റ് എനിത്തിങ് ബ്ലൈൻഡ്ലി, എല്ലാ കാര്യങ്ങളും കണ്ണും പൂട്ടി വിശ്വസിക്കൂലേ അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന്, ആ വിശ്വസിക്കുന്നതിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുക, റെഫ്യൂസ് ചെയ്യുക. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്വഭാവത്തെ നിങ്ങൾ ഒഴിവാക്കുക. എന്നാലാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആവുക. The author encourages students to question everything and to keep the spirit of wonder alive, just as children do naturally. മക്കളെ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഓതർ എന്തിനു വേണ്ടിയിട്ടാണ് എൻകറേജ് ചെയ്യുന്നത്? കുട്ടികളെ അദ്ദേഹം എൻകറേജ് ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. എന്തൊരു കാര്യം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആ കാര്യത്തെ കാണിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ സംഭവങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യണം. ആൻഡ് ടു കീപ് ദ സ്പിരിറ്റ് ഓഫ് വണ്ടർ അലൈവ്, അതായത് ഒരു വണ്ടർ ആയിട്ട് ജീവിക്കുക എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആ ഒരു സ്പിരിറ്റിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ജസ്റ്റ് ചിൽഡ്രൻ ഡു നാച്ചുറലി. കുട്ടികളുണ്ടല്ലോ, നമ്മുടെ ചെറിയ ചെറിയ കുട്ടികളുണ്ടല്ലോ, ആ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ സമയങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് അറിയാത്തൊരു കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഉമ്മമാരോടും അമ്മമാരോടും ഒക്കെ ചോദിക്കും, അതെന്താ 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 അങ്ങനായേ, ഇതെന്താ ഇങ്ങനായേ. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുട്ടികളിൽ നിന്നും കാണാൻ പറ്റാറുണ്ട്. ഗൈസ്, ആ ഒരു രീതിയിലായിരിക്കണം ഒരു സയന്റിസ്റ്റിന് പഠിക്കുന്ന ഒരാൾ, സയന്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ഒരു കറേജസ് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കണം. എന്തായിരിക്കും ഇങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് അവരുടെ മൈൻഡിൽ എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടതാണ്. Dr. Ajit also points out that science is democratic because it's open to everyone. അതായത് ഡോക്ടർ അജിത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, സയൻസ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ്, ഒരു ജനാധിപത്യ രീതിയിലാണ്. ബിക്കോസ് ഇറ്റ്സ് ഓപ്പൺ ടു എവരിവൺ. അതായത് എന്തുകൊണ്ടാണ് സയൻസ് എല്ലാവർക്കും ഉള്ളതാണ്, ജനങ്ങളുടെ, അതായത് പീപ്പിളിന്റെ അണ്ടറിലാണെന്ന് പറയാനുള്ള കാരണം എന്താടാ? അതായത് ഈ ഒരു സയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും അതിനെ ചേഞ്ച് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അത് പുതിയതായിട്ട് ഒന്ന് കൊണ്ടുവരാം. ബിക്കോസ് സയൻസ് എന്ന് പറയുന്നത് അതിന്റെ ഡോർ എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യ വല്ലതും കണ്ടുപിടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, ആരോട് വല്ലതും കണ്ടുപിടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്നാൽ ആ ആരോഗ്യന് സയൻസിൽ എന്തൊരു കാര്യമാണോ കണ്ടുപിടിക്കാൻ ആഗ്രഹമുള്ളത് അതിനുവേണ്ടി സയൻസ് എന്നും ഓപ്പൺ ആയിട്ടുണ്ടാവും, അതിന്റെ ഡോർ എന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അല്ലാതെ ആരോട് കണ്ടുപിടിക്കരുത് എന്നൊരിക്കലും സയൻസ് പറയില്ല. ഇപ്പൊ ദൈവക്കാർ ഒരു കാര്യം കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹമുള്ളതെങ്കിൽ, ഒരു സംഭവം കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജയ്ഫക്ക് വേണ്ടി സയൻസ് എല്ലായ്പ്പോഴും ഡോർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഷഫ്നയുടെ കേസ് ആണെങ്കിലും, ഷഫ്ന ഈ ഒരു സംഭവം കണ്ടുപിടിക്കരുതെന്ന് ഒരാളും പറയില്ല. സയൻസിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് എല്ലായ്പ്പോഴും ഓപ്പൺ ആയിട്ടുണ്ടാവും. എല്ലാവർക്കും അത് ഓപ്പൺ ടു എവരിവൺ ആയിരിക്കും. Anyone who is willing to think, question and explore can become a part of the scientific world. മക്കളെ ശ്രദ്ധിച്ചേ, ആരൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഉഷാറിൽ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടോ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ടോ, അവർക്ക് വേണ്ടി അവർ എന്തായി മാറും? ഈ സയന്റിഫിക് വേൾഡിന്റെ ഒരു പാർട്ടായി അവർക്ക് മാറാൻ പറ്റും. ക്വസ്റ്റ്യൻ ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ തന്നെ ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവാൻ പറ്റും മക്കളെ? ഈ ഒരു സയന്റിഫിക് വേൾഡിന്റെ ഒരു പാർട്ട് ആവാൻ സാധിക്കും. He insists that science is not just about inventing new gadgets, it is about solving problems and improving human life. അതായത് ഈ ഒരു സയൻസ് എന്ന് പറയുന്നത്
minute. 1 minute, guys. Okay, listen here. He insists that science is not just about inventing new gadgets. അതായത് ഈ ഒരു സയൻസ് എന്ന് പറയുന്നത് പുതിയ പുതിയ ഉപകരണങ്ങൾ, പുതിയ പുതിയ ഗാഡ്ജറ്റ്സ് ഇൻവെന്റ് ചെയ്യുക, കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല. ബട്ട് സയൻസ് എന്ന് പറയുന്നത് എന്ത് കൂടിയാണ്? ഇറ്റ് ഈസ് അബൌട്ട് സോൾവിംഗ് പ്രോബ്ലംസ് ആൻഡ് ഇംപ്രൂവിംഗ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൽ, ഹ്യൂമൻ ലൈഫിൽ കുറെ സോൾവ് ചെയ്യപ്പെടാത്ത കുറെ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. ആ സോൾവ് ചെയ്യപ്പെടാത്ത കുറെ ഇഷ്യൂസിനെ സോൾവ് ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ എന്താണ് നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യുന്നതൊക്കെ ഈ സയന്റിഫിക് സ്റ്റഡീസിന്റെ ഒരു ഭാഗം തന്നെയാണ്. അല്ലാതെ പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല സയൻസ് എന്ന് പറഞ്ഞാൽ. The author motivates the students to continue learning throughout their lives and to make use of scientific thinking in daily situation. ഈ ഒരു author എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാണ് എന്തിനു വേണ്ടി? കണ്ടിന്യൂ ലേണിംഗ്. അതായത് നിങ്ങൾ എല്ലായ്പ്പോഴും പഠിക്കുന്നത് നിങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുക. ത്രൂ ഔട്ട് ദെയർ ലൈഫ്സ് ആൻഡ് ടു മേക്ക് യൂസ് ഓഫ് എ സയന്റിഫിക് തിങ്കിങ്. നിങ്ങളുടെ സയന്റിഫിക് തിങ്കിങ്ങിനെ ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയാണ്. ഇൻ കൺക്ലൂഷൻ, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? ദി ലെസൺ teaches that science is a way of life. സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്നാണ് ഈ ഒരു ചാപ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത്. A method of understanding the world and making it better through curiosity, reasoning and continuous effort. എങ്ങനെയാണ് ഈ ഒരു സംഭവം വേ ഓഫ് ലൈഫ് ആവുക? സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴിയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴിയായി മാറാം? അതായത് മെത്തേഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡ്. അതുപോലെ തന്നെ വേൾഡ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ബെറ്റർ ത്രൂ ക്യൂരിയോസിറ്റി. നമ്മുടെ ഈ ഒരു ക്യൂരിയോസിറ്റി കാരണം നമ്മൾ ലോകത്ത് തന്നെ ബെറ്റർ ആക്കി മാറ്റാം. അതുപോലെ തന്നെ റീസണിങ് ആൻഡ് കണ്ടിന്യൂ ആയിട്ട് എഫേർട്ട് എടുക്കുക. ഓരോ കാരണങ്ങൾ നിങ്ങൾ ഇങ്ങനെ പുതിയ കാരണങ്ങൾ ഇൻവെന്റ് ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു ജീവിതത്തിന്റെ വഴിയായിട്ട് സയൻസ് മാറുന്നതെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത്. മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസുള്ള ഡിസ്കോഴ്സസ് ആണ് എസ്സേ, സ്പീച്ച്, പാരഗ്രാഫ്. സൈഫ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. സൈഫ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് ഇപ്പോഴൊന്ന്. സൈഫ, എസ്സേ എന്ന് പറഞ്ഞാൽ എന്താടാ? എങ്ങനെയാണ് ഒരു എസ്സേ എഴുതാം? ഇപ്പൊ മോൾക്ക് ഒരു ടോപ്പിക് തന്നു, എസ്സേ എഴുതാൻ വേണ്ടിയുള്ള ഒരു ടോപ്പിക് തന്നു മോൾക്ക്. എന്നാൽ മോൾ എങ്ങനെയായിരിക്കും ആ ഒരു എസ്സേ എഴുതാം? Who can say? ആർക്ക് പറയാൻ പറ്റും? ഷഫ്ന പറഞ്ഞെന്നാല്. ഷഫ്ന, ഹലോ ഷഫ്ന പറഞ്ഞേ, എങ്ങനെയാണ് എസ്സേ എഴുതാം? ഓക്കെ, വെരി ഗുഡ്. അതായത് അവൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു എസ്സേയുടെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ, ഒരു എസ്സേ ആവുമ്പോൾ അതിന് ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ അത്യാവശ്യമാണ്. ഒരു ഇൻട്രൊഡക്ഷൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മാർക്ക് ബേസ് ചെയ്തിട്ട് എത്രയാണോ അതിന് ബോഡി പാർട്ട് കൊടുക്കാൻ സാധിക്കുക അത്രത്തോളം ബോഡി പാർട്ട് ആവശ്യമാണ്. ആ ഒരു ടോപ്പിക്കിനെ വിശദീകരിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു ബോഡി പാർട്ട് കോണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബോഡി പാർട്ട് ആവശ്യമാണ്. അവസാനമായിട്ട് ഒരു മെസ്സേജ് വിത്ത് കൺക്ലൂഷനും ആവശ്യമാണ്. ഇതാണ് ഒരു എസ്സേയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മക്കളെ, എന്നാൽ സ്പീച്ചിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ആരോൺ എന്ന് പറഞ്ഞ്. ആരോൺ,
ആരോടൊന്ന് പറഞ്ഞേ മോനെ സ്പീച്ചിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ എങ്ങനെയാണ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാ? യെസ്, അതായത് സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ ആവശ്യമാണ് ആദ്യം തന്നെ അല്ലെ? യെസ്. പിന്നെ സബ്ജക്റ്റ് വേണോ? സ്പീച്ച് ആണോ? സ്പീച്ച് പ്രസംഗം. എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇത് ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കുന്നത് വെച്ച്. എന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു സമ്മറി കൊടുക്കാം. ഒരു കൺക്ലൂഷൻ വിത്ത് മെസ്സേജ് കൂടി കൊടുത്ത് ഒരു ജയ് ഹിന്ദ് അതല്ലെങ്കിൽ ഒരു താങ്ക് യു കൂടി കൊടുത്താൽ സ്പീച്ചിന്റെ സ്ട്രക്ചർ കറക്റ്റ് ആയി. ഓക്കെ. അതുപോലെ തന്നെ പാരഗ്രാഫിൽ ഒരു കാര്യവും മനസ്സിലാക്കാനില്ല. ഒരു ടോപ്പിക് തന്നാൽ അതിന്റെ പാരഗ്രാഫ് എഴുതുന്ന എങ്ങനെയാന്ന്? ലൈക്ക് എസ് തന്നെയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യുക, ഒരു കൺക്ലൂഷൻ കൂടി കൊടുക്കുക. ഓക്കെ, ഈസി ആയിട്ടുള്ള ഡിസ്കോഴ്സസ് ആണ് മക്കളെ. ആദ്യം തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് എസ്സേ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സയന്റിഫിക് തിങ്കിങ്. നിങ്ങൾക്ക് തന്ന മെറ്റീരിയലിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആ മെറ്റീരിയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി, എഴുതണ്ട. റൈറ്റ് എ ഷോർട്ട് എസ്സേ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സയന്റിഫിക് തിങ്കിങ്. എന്താടാ? മതി. ആ മെറ്റീരിയൽ ഓപ്പൺ ചെയ്ത് വെക്കുക. മിസ് വായിക്കുന്ന സമയത്ത് ആ മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് നോക്കാം. ഓക്കെ. Write a short essay on the importance of scientific thinking. Scientific thinking ലെ ഇമ്പോർട്ടൻസിനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഷോർട്ട് എസ്സേ. വലിയ എസ്സേ അല്ല, ഷോർട്ട് എസ്സേ. 5 മാർക്കിനുള്ള ചെറിയൊരു എസ്സേ ആണ് എഴുതേണ്ടത്. എന്നാൽ ആ ഒരു എസ്സേ എങ്ങനെയുള്ളതായിരിക്കും? ആദ്യം തന്നെ ഇവിടെ നോക്കിക്കേ. സയന്റിഫിക് തിങ്കിങ് is a method of understanding the world through observation, questioning, experimentation and reasoning. എന്താണ് സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത്? ഒറ്റ ലൈനിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അവിടെ കൊടുത്തു അല്ലെ? സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതിന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു മെത്തേഡ് ആണ്. ദ വേൾഡ് ത്രൂ ഒബ്സർവേഷൻ. ഈ ലോകം തന്നെ ഒബ്സർവേഷനിലെ കൂടി, ക്വസ്റ്റ്യനിങ്ങിലെ കൂടി, എക്സ്പീരിമെന്റേഷനിലെ കൂടി, റീസണിങ്ങിലെ കൂടി പോകുന്ന സമയത്ത് ഈ ലോകം തന്നെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡിനെയാണ് സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത്. In today's rapidly developing world, scientific thinking is essential because it helps us make correct decisions based on facts rather than beliefs for assumption. അതായത് കൂടുതൽ റാപ്പിഡ്ലി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഈ ഒരു സംഭവം നമുക്ക് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി. അതായത് ഫാക്ട്സ് റാദർ ദാൻ ബിലീഫ്സ് ഓർ അസംപ്ഷൻ. അനാചാരങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാവൂലേ, സോഷ്യൽ നോംസ് ഒക്കെ ഉണ്ടാവൂലേ. എന്താണ്, വിസിലിട്ടാൽ പാമ്പ് വരും, അങ്ങനെയുള്ള കുറച്ച് അനാവശ്യമായിട്ടുള്ള കുറെ അനാചാരങ്ങൾ ഉണ്ടാവൂലേ, അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവൂലേ. അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു സയന്റിഫിക് തിങ്കിങ് നമ്മെ ഹെൽപ്പ് ചെയ്യും. കേട്ടോ ആരോൺ? It encourages a rational mindset that allows us to examine problem carefully and find reliable solutions. ഈ സംഭവം നമ്മളെ വേറെ കാര്യം കൂടി എൻകറേജ് ചെയ്യും മക്കളെ, റാഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി. എങ്ങനെയാണ്? ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ട് എക്സാമിൻ ചെയ്തിട്ട് കെയർഫുള്ളി അതിന് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതല്ലാതെ ഒരു പ്രോബ്ലം വന്നാൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വെച്ച് അതിനെ ഒഴിച്ചു വിടാതെ കറക്റ്റ് ആയിട്ടുള്ളതിന്റെ എന്താണോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ആ ഒരു സൊല്യൂഷനിലേക്ക് നമ്മെ എത്തിക്കാൻ വേണ്ടി ഈ ഒരു തിങ്കിങ്, സയന്റിഫിക് തിങ്കിങ് നമ്മെ ഹെൽപ്പ് ചെയ്യും. One of the major advantages of scientific thinking is that it develops a spirit of inquiry. അതായത് ഈ ഒരു സയന്റിഫിക് തിങ്കിങ്ങിന്റെ വലിയൊരു അഡ്വാൻറ്റേജ്, വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ that it develops a spirit of inquiry. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻക്വയറി ചെയ്യാനുള്ള, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നതാണ്. Instead of blindly accepting information, it trains us to ask why and how. ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു വിസിലിട്ടാൽ പാമ്പ് വരും എന്ന് അറിഞ്ഞില്ലേ? ആ ഒരു വിസിലിട്ടാൽ പാമ്പ് വരും എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോളൂ. അതായത് ഒരാൾ പറയാണ് വിസിലിടരുത് പാമ്പ് വരുമെന്ന്. ഞാൻ
കേട്ട് മിണ്ടാതിരിക്കുന്നതിന് പകരം ഈ ഒരു സയന്റിഫിക് തിങ്കിങ് നമ്മെ എന്ത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും? എന്തുകൊണ്ടാണ് വിസിലിട്ടാൽ പാമ്പ് വരാം? എങ്ങനെയാണ് വിസിലിട്ടാൽ പാമ്പ് വരാം? അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മറിച്ച് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ സയന്റിഫിക് തിങ്കിങ് നമുക്ക് തരുന്നുണ്ട്. This approach promotes curiosity and leads to new discoveries in fields like medicine, technology, environment and space science. അതുകൊണ്ട് ഈ ഒരു സംഭവം നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ഡിസ്കവറി, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു മെഡിസിൻ ഫീൽഡിലാണെങ്കിലും ടെക്നോളജി ഫീൽഡിലാണെങ്കിലും എൻവയോൺമെന്റ് ഫീൽഡിലാണെങ്കിലും സ്പേസ് സയൻസ് ഫീൽഡിലാണെങ്കിലും പുതിയ പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു സയന്റിഫിക് തിങ്കിങ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സയന്റിഫിക് തിങ്കിങ് ഓൾസോ ഹെൽപ്പ് പീപ്പിൾ ബിക്കം problem solvers using logic and evidence to handle situation in daily life. മക്കൾ ഇവിടെ നോക്കിയേ, അതുപോലെ തന്നെ സയൻസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് ജനങ്ങൾ, പീപ്പിൾ ബിക്കം പ്രോബ്ലം സോൾവേഴ്സ്. ജനങ്ങൾ എന്തായി മാറണം? ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒക്കെ സൊല്യൂഷൻ കണ്ടെത്തുന്ന ആളായിട്ട് മാറണം. യൂസിങ് ലോജിക് ആൻഡ് എവിഡൻസ് ടു ഹാൻഡിൽ സിറ്റുവേഷൻ ഡെയിലി ലൈഫ്സ്. കറക്റ്റ് ആയിട്ടുള്ള ലോജിക് വേണം കേട്ടോ. പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്താൽ പോരാ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ലോജിക്കിൽ കൂടി, അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന എവിഡൻസോട് കൂടി ഇതിന് അങ്ങനെയാണ് തെളിവ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്, കറക്റ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആയിട്ടുള്ള ആൻസർ ആവശ്യമാണ്. ഈ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ ഇത് സാധിക്കും. സൈഫ് എന്താണ് ലാൻഡ്സ്കേപ്പ് മോഡലിനകത്ത്? Moreover, scientific thinking protects society from superstitions, fake news and misinformations. സയന്റിഫിക് തിങ്കിങ് മനുഷ്യന്മാരെ നോക്കണേ, ശ്രദ്ധിക്കണം നിങ്ങള്. ഈ ഒരു സയന്റിഫിക് തിങ്കിങ് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, ഈ സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുക? സൂപ്പർസ്റ്റിഷ്യൻസ്, അന്ധവിശ്വാസങ്ങൾ, ഫേക്ക് ആയിട്ടുള്ള ന്യൂസ്, മിസ്ഇൻഫർമേഷൻ, തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ, അതിൽ നിന്നൊക്കെ ഈ ഒരു സയന്റിഫിക് തിങ്കിങ് നമ്മുടെ സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. When people think scientifically, they verify fact before believing or sharing them. അതായത് ഒരു മനുഷ്യൻ സയന്റിഫിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ അവർ ഫാക്ട് എന്തായിരിക്കും എന്ന് കറക്റ്റ് ആയിട്ട് അവർ വെരിഫൈ ചെയ്യും. വിശ്വസിക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ബാക്കിയുള്ളവരോട് അത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള സത്യാവസ്ഥ എന്താണെന്ന് അവര് സ്വയം മനസ്സിലാക്കും. This makes society more aware, responsible and progressive. ഈ സ്വഭാവം കാരണം സൊസൈറ്റി എന്തായി മാറും? കൂടുതൽ അവെയർ ആയിട്ട്, കൂടുതൽ ചിന്താകുലരായിട്ട് മാറും. അതുപോലെ തന്നെ കൂടുതൽ ഉത്തരവാദികളായി മാറും. അതുപോലെ തന്നെ കൂടുതൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരാളായി മാറും. It also helps in making informed decision related to health, climate change and sustainable living. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡെസിഷൻസ് ഒക്കെ നമ്മെ ഇൻഫോം ചെയ്യുന്നുണ്ട്. ഇന്ന് മഴയില്ല, നാളെ തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലേർട്ട് ആണ്, ലൈക്ക് ദാറ്റ് നമുക്ക് നൽകുന്നത് ആരാണ്? ഈ സയന്റിഫിക് തിങ്കിങ് ആണ്, അല്ലേടാ? അങ്ങനെ ചിന്തിക്കാൻ ഒരാൾ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് നാളെ മഴ വരുമോ വെയിലായിരിക്കുമോ എന്ന് അറിയുമായിരുന്നോ? ഇല്ല, ഒരിക്കലും നമുക്ക് അറിയുമായിരുന്നില്ല, അല്ലെ? In conclusion, scientific thinking is essential for individual growth and the development of society. അതായത് ഒരു എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ കൂടി ആഡ് ചെയ്യാം. സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിന്റെ ഗ്രൗത്തിനും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ് ബിൽഡ്സ് എ ക്വസ്റ്റ്യനിങ് മൈൻഡ്, encourages innovations and guides us towards truth and progress. Therefore, cultivating scientific thinking in students is extremely important for creating a better and brighter future. മക്കളെ, ഈ ഒരു സംഭവം കാരണം ഈ ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാനൊക്കെ സയന്റിഫിക് തിങ്കിങ് ആവശ്യമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സയന്റിഫിക് തിങ്കിങ് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അതായത് ക്വസ്റ്റ്യനിങ് മൈൻഡ്, നമ്മുടെ മൈൻഡിലുള്ള ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ് ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നുണ്ട്. നമ്മെ ട്രുത്ത്, കറക്റ്റ് ആയിട്ടുള്ള സത്യാവസ്ഥയിലേക്കും കറക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രസിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടി നമ്മെ ഗൈഡ് ചെയ്യിക്കുന്നുണ്ട് ഈ ഒരു സംഭവം. അതുപോലെ തന്നെ
കൾട്ടിവേറ്റിംഗ് സയന്റിഫിക് തിങ്കിങ്ങിന്റെ ആൾക്കാരെ ഇങ്ങനെ നമ്മൾ സ്റ്റുഡൻസിൽ നിന്നും സയന്റിഫിക് തിങ്കിങ്ങിന്റെ ആൾക്കാരെ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തിനു വേണ്ടിയാ? നമ്മുടെ ബ്രൈറ്ററും ബെറ്ററും ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറിന് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഈ ഒരു സ്റ്റുഡൻസ് ഒക്കെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് സയന്റിഫിക് തിങ്കിങ്ങിലേക്ക് മാറുക എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ മക്കളെ? അതുപോലെ തന്നെ എസ്സേയുടെ ഫോർമേഷൻ മനസ്സിലായല്ലോ? യെസ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, യു ആർ സെലക്ടഡ് ടു സ്പീക്ക് ഇൻ യുവർ സ്കൂൾ അസംബ്ലി ഓൺ ദി ടോപ്പിക് ദി ഇമ്പോർട്ടൻസ് ഓഫ് സയന്റിഫിക് തിങ്കിങ് ഇൻ അവർ ഡെയിലി ലൈഫ്. Prepare speech to deliver before your teachers and friends. നിങ്ങളുടെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും മുമ്പിലായിട്ട് നിങ്ങൾ ഒരു സ്പീച്ച് പറയുക. എന്താണ് സ്പീച്ച്? ദി ഇമ്പോർട്ടൻസ് ഓഫ് സയന്റിഫിക് തിങ്കിങ് ഇൻ അവർ ഡെയിലി ലൈഫ്. 6 മാർക്കാണ് മക്കളെ. ഇതാ കണ്ടോളൂ. ആദ്യം തന്നെ സല്യൂട്ടേഷൻ. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ടുഡേ I stand before you to speak on a topic that is truly essential in the modern world, the importance of scientific thinking in our daily life. കണ്ടോ, ഒരു ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേ കണ്ടോളൂ. നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടോളൂ. ഇതില് എങ്ങനെയാണ് ടോപ്പിക് പറഞ്ഞു കൊടുത്തത്? ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളത്, നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളത് a topic that is truly essential in the modern world. ഈ ഒരു മോഡേൺ വേൾഡിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പറയാൻ വേണ്ടിയാണ്. എന്താണ് ടോപ്പിക്? ദി ഇമ്പോർട്ടൻസ് ഓഫ് സയന്റിഫിക് തിങ്കിങ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് സയന്റിഫിക് തിങ്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് ഇന്നത്തെ സ്പീച്ച് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഇതാണ് മക്കളെ ഒരു ഇൻട്രൊഡക്ഷൻ. കണ്ടോ? സ്പീച്ചിന് ഇൻട്രൊഡക്ഷൻ കണ്ടോ? യെസ്. Scientific thinking is not limited to scientists or laboratories. അതായത് സയന്റിഫിക് തിങ്കിങ് എന്ന് പറഞ്ഞത് ഒരു സയന്റിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു ലാബോറട്ടറീസിലോ ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു കാര്യമല്ല. അവർക്ക് മാത്രമുള്ള ഒരു ലിമിറ്റേഷൻ ഉള്ള ഒരു കാര്യമല്ല സയന്റിഫിക് തിങ്കിങ് എന്ന് പറഞ്ഞത്. It is a way of thinking logically, asking questions, exploring ideas and finding solutions based on evidence. ഈ ഇരിക്കുന്ന സൈഫക്കാണെങ്കിലും ഈ ഇരിക്കുന്ന ഷഫ്നക്കാണെങ്കിലും ഈ ഇരിക്കുന്ന ആരോണാണെങ്കിലും ഈ ഒരു സയന്റിഫിക് തിങ്കിങ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അതായത് ലോജിക്കലി ആയിട്ട് തിങ്ക് ചെയ്യുക, കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ആൻഡ് അതിനൊക്കെ സൊല്യൂഷൻസ് ബേസ്ഡ് ഓൺ എവിഡൻസ്, കറക്റ്റ് ആയിട്ടുള്ള പ്രൂഫ് ആയിട്ടുള്ള ഒന്നൊരു സൊല്യൂഷൻസ് കൂടി അതിനെ കണ്ടെത്തുക. ഇൻ അവർ ഡെയിലി ലൈഫ്, നമ്മുടെ ഡെയിലി ലൈഫ് നോക്കുവാണെങ്കിൽ വി ഫേസ് മെനി സിറ്റുവേഷൻസ്, work, emotions and assumptions can mislead us. അതാണ് നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പല കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല സിറ്റുവേഷൻ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ബട്ട് സയന്റിഫിക് തിങ്കിങ് helps us make correct decision by relying on fact, not guesses. അതായത് ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സയന്റിഫിക് തിങ്കിങ് എന്ത് ചെയ്യും? നമ്മെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. From the moment we wake up, using an alarm clock, brushing our teeth, or checking the weather forecast, we are using the result of scientific method. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രാവിലെ എണീക്കുന്നത് മുതൽ അലാറം വെക്കുക, ബ്രഷ് ചെയ്യുക, അതുപോലെ തന്നെ സേഫ വേറെ എന്തൊക്കെ ഫോണിൽ യൂസ് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് മാം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. ആരോട് എന്താ ചെയ്യുന്നത്? ആരോട് കറക്റ്റ് ശ്രദ്ധിച്ചേ. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു സയന്റിഫിക് മെത്തേഡിന്റെ റിസൾട്ട് ആണ് മക്കളെ. സയന്റിഫിക് തിങ്കിങ് ഓൾസോ ഹെൽപ്പ് us stay safe. അതായത് സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്? നമ്മെ സേഫ് ആയിട്ട് സ്റ്റേ ചെയ്യിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിംഗ് ഇൽനെസ്, ഇൻസ്റ്റെഡ് ഓഫ് ബിലീവിംഗ് ഫാൾസ് ഇൻഫർമേഷൻ, we consult doctor and follow scientific advice. It encourages us to observe, experiment and seek proof before believing anything. മക്കളെ, നിങ്ങൾക്ക് ഒരു അസുഖം വന്നെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എനിക്കൊരു അസുഖം വന്നെന്ന് വിചാരിച്ചോ, അങ്ങനെ വന്നതാണ് ഇങ്ങനെ വന്നതാണെന്ന് ആൾക്കാർ പറയുന്ന ബിലീഫ്സിനെ ഒക്കെ മനസ്സിൽ വെച്ചിട്ട് വെറുതെ മരുന്നെടുക്കാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ എന്താണ് ബെറ്റർ? ഷഫ്ന, ബെറ്റർ എന്താ? അതായത് മറ്റൊരാൾ, നമ്മുടെ ഈ ഡോക്ടറിന്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ട് അവരുടെ കൺസേൺ കൂടി അറിയാം, നമ്മുടെ ഇൽനെസിനെ കുറിച്ച് മനസ്സിലാക്കുക, അതൊക്കെ മനസ്സിലാക്കുന്നതാണ് കറക്റ്റ് ആയിട്ട് സയന്റിഫിക് തിങ്കിങ് ആൻഡ് കറക്റ്റ് ക്യാരക്ടർ. മനസ്സിലായല്ലോ? Moreover, scientific thinking protects society from superstitions and blind beliefs. It helps us become rational citizens who can understand problems and choose the best solution. ഇത് മാം ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പീച്ചിലും ഇൻക്ലൂഡ് ചെയ്യാം, അതുപോലെ തന്നെ
എസ്സേയിലും ഇൻക്ലൂഡ് ചെയ്യാം. whether it is saving electricity, conserving water or choosing healthy habits is a scientific attitude guide to guides us towards the responsible living. മക്കൾ ഇവിടെ ശ്രദ്ധിച്ചേ, അതായത് വെറുതെ ഇങ്ങനെ എന്താ പറയാ ജീവിക്കുക എന്നത് മാത്രമല്ല, ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ സേവിങ്സിലായാലും അതുപോലെ തന്നെ വാട്ടർ കൺസർവിംഗ് ആയാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും നല്ല സയന്റിഫിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മെ റെസ്പോൺസിബിൾ ഉത്തരവാദിത്വത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? യെസ്. അതുപോലെ തന്നെ അദ്ദേഹം അവസാനമായിട്ട് നമുക്കൊരു മെസ്സേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സ്പീച്ച് പറഞ്ഞ സമയത്ത് അവസാനമായിട്ട് ഒരു മെസ്സേജ് കൂടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ദി വേൾഡ് ഈസ് ചേഞ്ചിങ് റാപ്പിഡ്ലി. മക്കളെ, ഈ ഒരു ലോകം എന്തായി മാറുന്നുണ്ട്? പെട്ടെന്ന് തന്നെ പൊടുന്നനെ ഇത് ചേഞ്ച് ആവുന്നുണ്ട്. ടു ഫേസ് ഫ്യൂച്ചർ ചാലഞ്ചസ് വി മസ്റ്റ് ഡെവലപ്പ് ക്യൂരിയോസിറ്റി, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് തിങ്ക് ക്രിട്ടിക്കലി. അതായത് ഞങ്ങൾ ഫ്യൂച്ചറിലെ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഞങ്ങൾ ക്രിട്ടിക്കലി ആയിട്ട് ചിന്തിക്കണം. Let us promise ourselves today that we will adopt scientific thinking in all aspects of our life. ഞങ്ങൾ ഇവിടെ മുതൽ ഈ സമയത്ത് ഞങ്ങൾ പ്രോമിസ് ചെയ്യണം. എന്താണ്? ഞാൻ എന്ത് ചെയ്യുമെന്ന്? ഈ ഒരു സയന്റിഫിക് തിങ്കിങ്ങിനെ അഡോപ്റ്റ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കുമെന്ന്. Only then can we contribute to building a progressive and enlightened society. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ആൻഡ് എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. താങ്ക് യു എന്ന് കൂടി പറഞ്ഞ് നമ്മുടെ സ്പീച്ച് അവസാനിപ്പിക്കാം. സ്പീച്ചിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഉണ്ടോടാ? Do you have any doubt in the speech? ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ എന്നാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിങ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് സയൻസ് ഡിസ്കസ്. ഒരു പാരഗ്രാഫ് എഴുതാനാണ്. 8 മാർക്കിന്റെ പാരഗ്രാഫ്. മനസ്സിലായല്ലോ? ടോപ്പിക് കണ്ടോ? ക്വസ്റ്റ്യനിങ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് സയൻസ്. ആസ് യൂഷ്വൽ എങ്ങനെ തുടങ്ങാം? Science begins with sense of curiosity. Every scientific discovery in the world has its roots in a simple question: why does that happen? How does this work? What will happen it? Like that നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് മക്കളെ ശ്രദ്ധിച്ച്, എന്താണ് ഈ ഷഫ്നെ ചെയ്യുന്നത്? ഫോണിൽ എന്താ ചെയ്യാ? ഫോൺ അവിടെ വെച്ചേ. ഓക്കേടാ, സയൻസ് എന്ന് പറഞ്ഞതാണ് ഒരു സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി ആണ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടോളൂ. അതുപോലെ തന്നെ എല്ലാ സയന്റിഫിക് ഡിസ്കവറീസും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സിമ്പിൾ ക്വസ്റ്റ്യനിലാണ് തുടങ്ങുന്നത്. വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? ഹൗ ഡസ് ദിസ് ഹാപ്പൻ? എങ്ങനെയാണ് ഇത് നടക്കുന്നത്? വാട്ട് വിൽ ഹാപ്പൻ ഇഫ്? ഇത് നടന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇത് നടന്നാൽ എന്ത് സംഭവിക്കും? ഈ ഒരു രീതിയിലാണ് സയൻസ് സ്റ്റാർട്ട് ആവുക. എന്താ പറയാ, ഐസക് ന്യൂട്ടന്റെ തലയ്ക്ക് മണ്ടയ്ക്ക് ആപ്പിൾ വീണു അല്ലെ? ആപ്പിൾ വീണ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ഇത് താഴ്ക്ക് വീണത്? ഇത് എന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല? ലൈക്ക് ദാറ്റ് ക്യൂരിയോസിറ്റി വരുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് സയൻസ് ഉണ്ടാവുക. This shows that questioning is the true foundation of science. Questioning ആണ് ഈ ഒരു സയൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു ടോപ്പിക്? Questioning is the foundation of science discuss. കണ്ടോ? ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് ക്വസ്റ്റ്യൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? there would be no experiments. ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ഞങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി എക്സ്പെരിമെന്റ് ചെയ്യൂല. നോ ഒബ്സർവേഷൻ, ഞങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്യൂല. ആൻഡ് നോ ന്യൂ നോളജ്, അതുകൊണ്ട് തന്നെ പുതിയ അറിവുകളും ലഭിക്കൂല. അതായത് ഇൻ ദ ലെസൺ ടോക്കിംഗ് ഓഫ് സയൻസ് പറഞ്ഞ ഒരു ലെസണിൽ ഡോക്ടർ അജിത് പരമേശ്വരൻ repeatedly reminds students that science grow only when we dare to question the world around us. അതായത് ഈ ഒരു ചാപ്റ്ററിൽ
നമ്മുടെ ഡോക്ടർ അജിത് പരമേശ്വരൻ വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കുട്ടികളോട് പറയാണ് സയൻസ് ആണ് നിങ്ങളെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്മുടെ ലോകത്തിൽ മുഴുവനും നന്നാക്കുന്നത്, വളർത്തുന്നത്, ഗ്രോ അപ്പ് ചെയ്യുന്നത് ഈ ഒരു സയൻസ് ആണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സ്റ്റുഡൻസിനെ. By asking questions, students learn to think independently instead of blindly accepting that they are told. ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിലൂടെ കുട്ടികൾ. ഇങ്ങനെ കുട്ടികൾ ചോദ്യം ചോദിക്കുന്നതിലൂടെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതെ ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ പഠിക്കുന്നുണ്ട്. And scientific question challenges existing ideas and encourages deeper understanding. എന്താണ് ഈ ഒരു സയന്റിഫിക് ക്വസ്റ്റ്യൻ ചാലഞ്ച് എന്ന് പറയുന്നത്? നമുക്ക് പുതിയ പുതിയ ഐഡിയാസ്, അതുപോലെ തന്നെ എൻകറേജ്, മനസ്സിലാക്കി നല്ലോണം മനസ്സിലാക്കി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. When a student asks, ഒരു കുട്ടി ചോദിക്കുകയാണ് why should I believe this? ഞാൻ എന്തിനാണ് ഇത് വിശ്വസിക്കുന്നത് എന്ന് ഒരു കുട്ടി ചോദിക്കുകയാണ്. They are already taking the first step towards scientific thinking. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല? നിങ്ങൾക്ക് എന്തിനാ അങ്ങനെയുള്ള ഡൗട്ട്? ഒന്ന് പോയി പഠിച്ചാ പോരെ, അപ്പൊ നിന്നാ പോരെ, കുഴി കണ്ടണം, ലൈക്ക് ദാറ്റ് ആയിരിക്കും നിങ്ങൾ ചോദിക്കുക. എന്നാൽ അങ്ങനെ ചോദിക്കരുത്. ബട്ട് അതാണ് സയന്റിഫിക് തിങ്കിങ്ങിന്റെ ആദ്യത്തെ ചുവടുവയ്പ്. This habit allows them to examine evidence, test possibilities and their own conclusion. അതായത് ഈ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അവർ സ്വയം തന്നെ എവിഡൻസ് കണ്ടെത്തി അവരെ എക്സാമൈൻ ചെയ്യാൻ തുടങ്ങും, അവർ പോസിബിലിറ്റീസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, അതുപോലെ തന്നെ അവർ സ്വന്തം ഒരു കൺക്ലൂഷനിലെത്തും, ഒരു സ്വന്തമായിട്ടുള്ള ഒരു സൊല്യൂഷനിൽ അവരെത്തും. Questioning also helps in removing superstitions and baseless beliefs. ഒരു അടിത്തറയില്ലാത്ത, ബേസ് ഇല്ലാത്ത രീതിയിലുള്ള കുറെ വിശ്വാസങ്ങൾ ഉണ്ടല്ലോ, ആ വിശ്വാസങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷൻസിനൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞാൽ. When we ask for proof and reason, we begin to separate facts from myth. അതായത് ഞങ്ങൾ ഇങ്ങനെ പ്രൂഫും റീസണും ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു ഫാക്റ്റിനെ വേറെ മിത്ത് വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. This is why scientists like Newton, Galileo and Einstein made great discoveries. ഇതിൽ നിന്നാണ് നമ്മുടെ ന്യൂട്ടണും ഗലീലിയോവും ഈ ഐൻസ്റ്റീനും ഒക്കെ പുതിയ പുതിയ ഡിസ്കവറീസ് സ്റ്റാർട്ട് ചെയ്തത്. They questioned things that others accepted without thought. അതായത് അവർ ക്വസ്റ്റ്യൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച്, എന്നിട്ടോ അവർ ഒരു ചിന്തിക്കാത്ത ഒരു കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തു, ബാക്കിയുള്ളവരെ ഒന്നും ചിന്തിക്കാതെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. എന്നാൽ ഇവരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. Moreover, questioning develops problem solving skills. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൽ കൊണ്ട് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആണ് വളരുന്നുള്ളത്. പിന്നെയോ when we ask questions, we start searching for solutions. This leads to experiments, observation and logical reasoning. അതായത് ചോദിക്കുന്നതിൽ കൂടി ഞങ്ങൾ പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടെത്തുന്നുണ്ട്, പുതിയ എക്സ്പീരിമെന്റ്സ് കണ്ടെത്തുന്നുണ്ട്, പുതിയ ഒബ്സർവേഷൻസ് കണ്ടെത്തുന്നുണ്ട്, ലോജിക്കലി ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. Scientific progress in technology, medicine, space research and everyday life has all resulted from people who questioned the existing knowledge and tried to find better ആൻസേഴ്സ്. അതായത് ഈ ഒരു മെഡിസിൻ ഫീൽഡിലാണെങ്കിലും എല്ലാ ഫീൽഡിലും എവരിഡേ ലൈഫിൽ, ഞങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ ഫീൽഡിലും ഉണ്ടാവുമല്ലോ, അതിന്റെയൊക്കെ ഫീൽഡിൽ നമുക്ക് റിസൾട്ട് ആയിട്ട് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പോകണം. അതുപോലെ തന്നെ ഞങ്ങൾ പുതിയ പുതിയ ആൻസേഴ്സ്, ബെറ്റർ ആയിട്ടുള്ള ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. In conclusion, science is not just a collection of facts. ശ്രദ്ധിച്ചോ, ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞതാണെങ്കിലും ഒരു എസ്സേ ട്രെൻഡിൽ തന്നെയാണ് എഴുതേണ്ടത്. In conclusion, science എന്ന് പറഞ്ഞാൽ എന്തല്ല, ജസ്റ്റ് എ കളക്ഷൻ ഓഫ് ഫാക്ട്, കുറെ സത്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കളക്ഷൻ മാത്രമല്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ജേർണി ഓഫ് ആസ്കിങ്, എക്സ്പ്ലോറിംഗ് ആൻഡ് ഡിസ്കവറിംഗ്. അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം ചോദിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു സയൻസ് എന്ന് പറഞ്ഞ. Dr. Ajit Parameswaran emphasizes the true scientific attitude begin when a student starts questioning the world around them. അദ്ദേഹം ഊന്നി പറയാണ്, എംഫസൈസ് ചെയ്ത് പറയാണ്, സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? കുട്ടികൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ്, അവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നോക്കി ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്, സയന്റിഫിക് തിങ്കിങ് തുടങ്ങുന്നത്. Therefore, questioning is not only the foundation of science but also the driving force behind all human progress. അതായത് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് വെറുതെ ഒരു കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ മാത്രമല്ല, സയൻസിന്റെ ഫൗണ്ടേഷൻ മാത്രമല്ല, മറിച്ച് ഒരു ഹ്യൂമൻ പ്രോഗ്രസിനെ ഡ്രൈവ് ചെയ്യിക്കാനുള്ള ഒരു ഫോഴ്സ് കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞത്. മക്കളെ, അടുത്ത ചാപ്റ്റർ ആണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ആഫ്റ്റർ ദ ബ്രേക്ക് കാണാം. മനസ്സിലായല്ലോ? ആഫ്റ്റർ ദ ബ്രേക്ക് ആരും മുങ്ങിപ്പോവരുത്, എല്ലാരും വരണം. കറക്റ്റ് 5:15 നിങ്ങൾ
ഇവിടെ എത്തിയിരിക്കണം. മനസ്സിലായല്ലോ? ബ്രേക്ക് 5:15 എത്തിയിരിക്കണം. കേട്ടല്ലോ? ബൈ ഗൈസ്.
ബ്രേക്കാം. കഴിഞ്ഞാ ഈ വിജയിച്ചു. മനസ്സിലാക്കിയ 2:55 മനസ്സിലാക്കി ആ ചാപ്റ്റർ മൊത്തത്തിൽ എടുത്തിട്ട് വേറെ ചാപ്റ്റർ എക്സാം ഫോക്കസ് ആണ് 6ാം ക്ലാസ്സിൽ പഠിക്കാറുള്ളവർ പഠിപ്പിക്കുന്നില്ല. നമുക്ക് കുറെ ക്വസ്റ്റ്യൻ ചാറ്റ് ജിപിടിയിൽ ബ്രേക്ക് കൊടുത്തിട്ട് 5 ക്വസ്റ്റ്യൻ ചാറ്റ് ജിപിടിയിൽ കൊടുത്തിട്ട് അതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇല്ല സമയമില്ല.
ഹലോ മക്കളെ, ഹലോ സൈഫ, എവിടെ പോയി? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ഹലോ, 5:15 ആയല്ലോ. ഇതെവിടെ പോയി എല്ലാരും? ബ്രേക്ക് കഴിഞ്ഞു വന്നില്ല? ഹലോ ഗായ്സ്, ഹലോ 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 ഹലോ. ഹലോ, ഒരാളും ഇല്ല? ഹലോ, കുട്ടികൾ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടില്ല, ഒന്ന് വിളിക്കോ? കുട്ടികൾ ബ്രേക്ക് കഴിഞ്ഞ് 3 കുട്ടികളെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അവര് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടില്ല. ഹലോ, കേൾക്കാവോ? അതായത് കുട്ടികൾ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടില്ല, 3 കുട്ടികളെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബ്രേക്കിൽ പോയിട്ട് വന്നില്ല. സൈഫ, ആരോണ്, ഷഫ്ന.
ചേച്ചി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 5:10 അതാ 4:10 5:15 ബ്രേക്ക് കൊടുക്കണല്ലോ. ബ്രേക്ക് കൊടുത്തു. എന്നിട്ട് 5:20 കുട്ടികളെ കാണില്ല. ഞാൻ ടേൺ ഓൺ ആക്കിയിട്ട് ഇവിടെ വിളിച്ചു നോക്കിയതായിരുന്നു. എന്നിട്ട് കാണാനില്ല. ടീച്ചറോട് വിളിച്ച് പറഞ്ഞിട്ട് ഇവരെ കണ്ടിട്ടില്ല കുട്ടികൾ. 5:21 5:15 സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്. ഞാൻ എങ്ങനെയാ തീർക്കാം? ഹലോ ഹലോ ഗൈസ്, are you there? ഹലോ ഹലോ കേൾക്കാമോ? ഷഫ്ന വന്നു. സൈഫ, where are you സൈഫ? ഹലോ ഷഫ്ന, വീഡിയോ ഓഫ് ചെയ്തേ. സൈഫ ഓൾസോ. ഹലോ ഷഫ്ന, സൈഫ. ഓക്കെ, എന്താടാ 5:15 വരാൻ പറഞ്ഞിട്ട് 5:23 ഇതാണോ നിങ്ങളെ പങ്ക്ച്വാലിറ്റി? ആണോ? ലാൻഡ്സ്കേപ്പ് മോഡൽ വെച്ചേ ഷഫ്ന. ഓക്കെ, അതായത് മക്കളെ അടുത്ത ചാപ്റ്റർ എൻജിൻ ട്രബിൾ ആണ്, റിട്ടൺ ബൈ RK നാരായൺ. RK നാരായണന്റെ എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അടുത്തതായി നമ്മൾ റിവിഷനിൽ പോകുന്നത്. നമുക്ക് അതിന്റെ ഒരു സമ്മറി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇൻ എൻജിൻ ട്രബിൾ, a man from the small town of Malgudi wins a road engine as a lottery prize at a traveling fair called ഗേറ്റി ലാൻഡ്. അതായത് എൻജിൻ ട്രബിൾ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ ഒരു ചാപ്റ്ററിൽ എന്തായിരുന്നു, ഒരു മാൽഗുഡി വിൻസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത്, മാൽഗുഡി എന്ന് പറയുന്ന ടൗണില് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു റോഡ് എൻജിൻ അദ്ദേഹത്തിന് ലഭിച്ചു. എങ്ങനെയാ ലഭിച്ചത്? അതായത് ഒരു ലോട്ടറി പ്രൈസ് ആയിരുന്നു. ആ ലോട്ടറി പ്രൈസിൽ നിന്നും അദ്ദേഹം വിന്ന് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? റോഡ് എൻജിൻ ലഭിച്ചത്. At first he is excited. ആദ്യം അദ്ദേഹത്തിന് ആ പ്രൈസ് കിട്ടിയപ്പോൾ അദ്ദേഹം വല്ലാണ്ട് എക്സൈറ്റ് ആയി പോയിരുന്നു. But he soon realizes the engine is huge, useless to him and impossible to transport or sell. അതായത് ആദ്യം തന്നെ അദ്ദേഹത്തിന് വല്ലാണ്ട് സന്തോഷമായിരുന്നു. റോഡ് എൻജിനൊക്കെ സമ്മാനമായിട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് സന്തോഷമായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ ഒരു റോഡ് എൻജിൻ കാരണം അദ്ദേഹത്തിന് ഒരു യൂസും ഇല്ല, ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു റോഡ് എൻജിൻ കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനോ അത് വിൽക്കാനോ ഒന്നും സാധ്യമല്ല അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. He had to pay rent to keep it at the fairground, using even his wife's jewelry to manage cost. അതായത് ഷഫ്ന ലാൻഡ്സ്കേപ്പ് മോഡ് പോയി കറക്റ്റ് ചെയ്തേ. ഫോൺ ഒന്നും തൊടണ്ടടാ, ക്ലാസ് കഴിഞ്ഞ ശേഷം തൊട്ടാ മതിയടാ. എന്താണ്, കുറച്ച് സമയമല്ലേ ഇനിയുള്ളൂ. അതായത് മക്കളെ ശ്രദ്ധിക്കണേ,
അദ്ദേഹം ആ ഒരു ഫയർ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹം ആ റോഡ് എഞ്ചിന് വിട്ടുപോയത്. ആ റോഡ് എഞ്ചിന് ആ ഗ്രൗണ്ടിൽ വെച്ച് കീപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പേ ചെയ്തിരുന്നു, റെന്റ് കൊടുത്തിരുന്നു ആ ഗ്രൗണ്ടിന്. ആ ഗ്രൗണ്ടിന് റെന്റ് കൊടുക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് വൈഫിന്റെ ജ്വല്ലറി എടുക്കാം ഈ ഒരു കോസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു, വൈഫിന്റെ ജ്വല്ലറി. He tries various ways to get rid of it. He looks for a buyer, but nobody will take it. അദ്ദേഹം കുറെ ആൾക്കാരെ ശ്രമിച്ചു നോക്കി, ഇത് ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ രീതിയിൽ അദ്ദേഹം കുറെ ട്രൈ ചെയ്തു. എന്നാൽ ആരും ഈ ഒരു സംഭവം വാങ്ങാൻ ഒരാളും റെഡി ആവുന്നില്ല. എന്നിട്ടോ ഈ example elephant and 50 laborers while Joseph, a former bus driver, offers to see him. മക്കളെ, എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു ടെമ്പിൾ എലിഫന്റിനെ വിളിച്ചു, അതുപോലെ തന്നെ 50ഓളം പണിക്കാരെ ജോലിക്കാരെ വിളിച്ചു. പിന്നെ ജോസഫ് അദ്ദേഹത്തിന് ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഫോമർ ബസ് ഡ്രൈവർ ആണ്. അദ്ദേഹം പറഞ്ഞു റോഡ് എഞ്ചിനൊന്നും ഡ്രൈവ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും അദ്ദേഹത്തെ സ്റ്റിയറിംഗിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു ഈ ഒരു റോഡ് എഞ്ചിൻ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി. എന്നിട്ടോ ഡിസാസ്റ്റർ, ആ ഒരു എഞ്ചിനെ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ തുടക്കം ഡിസാസ്റ്ററിലാണ് ചെന്നപ്പെട്ടത്. എന്താണ് ഡിസാസ്റ്റർ? They crashed into a wall, the elephant became uncontrollable and caused damage, leading to the narrator's arrest. മക്കളെ, അതായത് ഈ ഒരു റോഡ് എഞ്ചിന് കാരണം എന്ത് സംഭവിച്ചു, വാൾ ക്രാഷ് ആയി. ഒരു മതില് പോയിട്ട് ഈ റോഡ് എഞ്ചിൻ ഇടിച്ചുകൊണ്ട് ഈ മതിൽ എന്തായി മാറി, ക്രാഷ് ആയി മാറി, പൊളിഞ്ഞു പോയി. അതുപോലെ തന്നെ എലിഫന്റ് മതം ഇളകി, എന്നിട്ട് അൺകൺട്രോളബിൾ ആയിട്ട് അത് ബിഹേവ് ചെയ്യാൻ തുടങ്ങി, ഓൾമോസ്റ്റ് കുറെ ഡാമേജസ് ഉണ്ടാക്കി. എന്നിട്ടോ നറേറ്ററിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞു. After his release, he is facing mounting expenses for compensation, the elephant's injury and repair work. അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലീസ് കൊണ്ടുപോയതിനു ശേഷം പോലീസ് അദ്ദേഹത്തെ റിലീസ് ചെയ്യുമല്ലോ. റിലീസ് ചെയ്ത എത്ര സമയമായിരുന്നു ആരോൺ ഞാൻ ബ്രേക്ക് പറഞ്ഞത്? 5:15 വരെ അല്ലേ? 5:30 വരെ. മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ 3 പേര് കണക്കാം. ഓക്കെ. ആഫ്റ്റർ ഹിസ് റിലീസ്, അദ്ദേഹത്തെ റിലീസ് ചെയ്തതിനു ശേഷം, അതായത് ഈ ഒരു ജയിലിൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ നിന്നും റിലീസ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് വലിയൊരു എക്സ്പെൻസ് ആയിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നുണ്ടായിരുന്നത്. എന്താണ് അദ്ദേഹത്തെ കാത്തിരുന്നത്? എലിഫന്റിന് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ചെലവ് അദ്ദേഹം നോക്കണം. ഈ ഒരു വീടൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അതിന്റെയൊക്കെ റിപ്പയറിംഗ് ഇദ്ദേഹം ചെയ്യണം. അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയ പണി. repairs in town offering to help by using the engine in a stunt, but legal obstacles stop the plan. അതായത് ഒരു സ്വാമി അദ്ദേഹത്തെ ഈ ടൗണിൽ നിന്നും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു എന്താണ് ലീഗലായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലാൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. ഫൈനലി അവസാനമായിട്ട് ഒരു അയണിക് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആണ് ഉണ്ടായത്. ഒരു earthquake വന്നു, ഒരു ഭൂകമ്പം വന്നു പെട്ടെന്ന്. ദി എഞ്ചിൻ ends up in an abandoned well. അതായത് ആരും യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു പൊട്ട കിണറിലേക്ക് പോയിട്ട് ഈ ഒരു ഭൂമിക്ക് കുലുക്കം കാരണം ഈ ഒരു റോഡ് എഞ്ചിൻ, അതായത് നമ്മുടെ റോളർ പോയിട്ട് ആ വെല്ലിലേക്ക് വീണു, ആ ഒരു കിണറിലേക്ക് വീണു. Which pleases the well sound because it seals the well like a cock. ഈ ഒരു കിണറിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, ആ ഉടമസ്ഥന് എങ്ങനെയെങ്കിലും ഈ ഒരു കിണറിനെ അടയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു റോഡ് റോളർ പോയിട്ട് ഈ ഒരു കിണറിലേക്ക് മറിഞ്ഞത് കാരണം നമ്മുടെ ഈ ഒരു ഓണർ ഉണ്ടല്ലോ, വെല്ലിന്റെ ഓണർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് സന്തോഷമായി. അതുപോലെ തന്നെ the narrator is relieved, his burden is gone and he is freedom from many of his debts. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സന്തോഷമായി, ഈ നറേറ്ററിനും അതുപോലെ തന്നെ ഈ ഒരു വെല്ലിന്റെ ഓണറിനും ഒരേപോലെ സന്തോഷമായി. എന്നിട്ടോ ഈ നറേറ്ററിന് ആ കുറെ കടങ്ങൾ ഉണ്ടല്ലോ, ഈ ഒരു ഇഞ്ചുറീസിന്റെ ഒക്കെ കടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ആ കടങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഓണർ അടച്ചു. അദ്ദേഹം ഫ്രീ ആയി. ഇതെല്ലാം വരാൻ ചാൻസ് ഉള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ക്യാരക്ടർ, സ്കെച്ച്, സ്പീച്ച്, എസ്സേ ആൻഡ് ലെറ്റർ ഓൾസോ. ഒരു ലെറ്റർ കൂടി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും വരാൻ ചാൻസ് ഉള്ള 3 ഡിസ്കോസസ് ആണ് ഇത്. ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും മക്കളെ? നമ്മുടെ നറേറ്ററിന്റെ ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാ എഴുതാം? എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാം? ആണോ? ഞാൻ സ്റ്റെക്ക് ആണോടാ?
Zaifa, Shafna, do you have any issue? Maybe Aaron, it's your issue. അവർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ മോനെ. ആരോൺ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ആഡ് ചെയ്യട്ടാ. ഒന്ന് റീജോയിൻ ചെയ്തേ. ആരോൺ ഒന്ന് റീജോയിൻ ചെയ്തേ. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ എന്താ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ദി നറേറ്റർ എന്ന് പറഞ്ഞ് ഏത് സ്റ്റോറിയിലേതാണ്, ആരാണ് ആ സ്റ്റോറി എഴുതിയതെന്ന് മെൻഷൻ ചെയ്യണം അല്ലെ. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലേടാ. അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫൈനലി ആയിട്ട് ഒരു കൺക്ലൂഷൻ കൂടി കൊടുക്കുക. അദ്ദേഹത്തിന് ഈ ഒരു കഥയിൽ എന്താണ് റോൾ, ആ റോളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. സ്പീച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് സ്ട്രക്ചർ എന്ന്. എസ്സേ ഓൾറെഡി പറഞ്ഞു സ്ട്രക്ചർ. ഇനി ലെറ്ററിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? ഇൻഫോർമൽ ലെറ്റർ ആണ്. അതായത് ഡിയർ അല്ലേ, എഴുതാം, ബോഡി എഴുതാം, യു ആർ ഫെയ്ത്ത്ഫുള്ളി, ഇത്രയുള്ളൂ ഇൻഫോർമൽ ലെറ്റർ. I tell you that first of all, character sketch. Write a character sketch of the narrator in Engine Trouble. Engine Trouble ലെ നറേറ്ററിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ എഴുതുക. 5 മാർക്കാണ് അതിന്. Okay, the narrator of Engine Trouble is an ordinary villager who unexpectedly becomes the owner of a road engine. അതായത് ആദ്യം തന്നെ ഇങ്ങനെ എഴുതാട്ടോ. ഒരു എൻജിൻ ട്രബിൾ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലെ ഒരു നറേറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഒരു ഓർഡിനറി വില്ലേജർ ആണ്. നെറ്റ് പ്രോബ്ലം ആണോ ആരോൺ? നെറ്റുള്ള പ്ലേസിൽ പോയി നിൽക്കാൻ പറ്റുമോ? ആരോൺ നെറ്റുള്ള പ്ലേസിൽ പോയി നിൽക്കുമോ? നെറ്റ്വർക്ക് കൂടുതൽ സ്പീഡ് എന്താടാ? ആണോ? ഇപ്പൊ ഓക്കെ അല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലിങ്ക് വാങ്ങിയൊന്ന് കേൾക്കണം കേട്ടാ. ഓക്കെ ഗൈസ്, അതായത് മാം എന്താ പറഞ്ഞത്? ഈ ഒരു നറേറ്റർ, എൻജിൻ ട്രബിൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലെ നറേറ്റർ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു വില്ലേജർ ആണ്, ഒരു ഗ്രാമവാസിയാണ്. അതായത് അദ്ദേഹം വിചാരിക്കാതെ റോഡ് എൻജിന്റെ ഓണറായി മാറിയ ആളാണ്. ആഫ്റ്റർ വിന്നിംഗ് ദ ലോട്ടറി, ഒരു ലോട്ടറി വിന്നായത് കാരണം അറിയാതെ തന്നെ ഒരു ഓണറായി മാറിയ ആളാണ്. ഈ സിമ്പിൾ, അദ്ദേഹം സിമ്പിൾ ആയിട്ടുള്ള ആളാണ്, ഇന്നസെന്റ് ആയിട്ടുള്ള പാവമാണ്. അതുപോലെ തന്നെ സംവാട്ട് നെയിം which makes him fall into trouble easily. അദ്ദേഹത്തിന്റെ ട്രബിൾസ് ഒക്കെ പെട്ടെന്ന് വരുന്ന രീതിയിലുള്ള ഒരു പാവപ്പെട്ടവരാണ്. His lack of experience with the missionary shows that he is not practical. അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താണ് മെഷീനറീസിലൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം പ്രാക്ടിക്കൽ അല്ലാത്ത ഒരാളാണ്. But he tries his best to manage situation. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഓരോ സിറ്റുവേഷനും മാനേജ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുന്നുണ്ട്. Despite the difficulties, he never loses hope and keeps searching for solutions. ഈ ഒരു ഡിഫിക്കൽട്ടീസിന് ഇടയിലാണെങ്കിൽ പോലും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഹോപ്പ്, അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സൊല്യൂഷൻസ് അദ്ദേഹം സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ടോ he is also patient and humorous in his approach to problem. ഒരു ഹ്യൂമറസ് ആയിട്ട് ഫൺ രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പല എല്ലാ സിറ്റുവേഷനും ഫേസ് ചെയ്തിട്ടുള്ളത് നല്ല ഹ്യൂമറസോടെയും നല്ല സന്തോഷം, നല്ല തമാശ രൂപേണയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പേഷ്യന്റ്, ക്ഷമയോട് കൂടിയാണ്. ഈവൻ ഇൻ ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻ, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ പോലും he remains calm and looks at life with a light-hearted attitude. അദ്ദേഹം അത്രത്തോളം ഹാർഡ് ആയിട്ടുള്ള വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും അദ്ദേഹം ആയിരുന്നു ബിഹേവ് ചെയ്തത്. അതുപോലെ തന്നെ നല്ല ലൈറ്റ് ഹേർട്ട്, നല്ല മൃദുവായ ഹൃദയം പോലെയാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത്. His ability to see the funny side of his struggle makes him admirable. അദ്ദേഹത്തിന്റെ ഈ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടല്ലോ, അതായത് ആ ഒരു സൈഡ് അദ്ദേഹത്തിന്റെ സ്ട്രഗിൾസിൽ പോലും അദ്ദേഹത്തെ admire ചെയ്തു. He accepts his fate without complaint, which shows his resilience. അതായത് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഇത്രത്തോളം ഡിഫിക്കൽട്ടീസ് അദ്ദേഹത്തിന് വന്നിട്ട് പോലും അദ്ദേഹം ഒരു കംപ്ലൈന്റ് പറയുന്നില്ല. ആ കംപ്ലൈന്റ് ഇല്ലാത്തതൊക്കെ അദ്ദേഹത്തിന്റെ റെസിലിയൻസ്, അതായത് ഏതൊരു സിറ്റുവേഷനും തരണം ചെയ്യാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. ഓവറോൾ ചുരുക്കി പറഞ്ഞാൽ
ദി നറേറ്റർ ജെന്റിൽ, അദ്ദേഹം ഒരു ജെന്റിലായി പാവപ്പെട്ട ഒരു ക്ലിയർ ആയിട്ടുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ ഹോണസ്റ്റ്, വിശ്വാസപരമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് ഗുഡ് നാച്ചുറോട്, നല്ലൊരു നല്ല പ്രകൃതിയുള്ള ഒരു മനുഷ്യനാണ്, പ്രകൃതമുള്ള നല്ല മനുഷ്യനാണ്. ആൻഡ് the readers sympathize with him because of his sincere but unfortunate attempt to handle the engine. അതായത് എന്താണ് റീഡേഴ്സിന് ഇദ്ദേഹത്തോട് സിമ്പതി തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു എഞ്ചിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നുന്നുണ്ട്, റീഡേഴ്സിന് തന്നെ. ഇതാണ് ക്യാരക്ടർ സ്കെച്ച്. അടുത്ത ചോദ്യമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ റീഡറിന് നിങ്ങൾ ഒരു നറേറ്റർ ആണെന്ന് വിചാരിക്കുക. സ്പീച്ച്, ഒരു സ്പീച്ച് എഴുതുക. The narrator might give to one people about participating lucky draws. അതായത് ലക്കി ഡ്രോസില് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഒരു വാണിംഗ് കൊടുക്കുന്ന രീതിയിൽ ഒരു സ്പീച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ മക്കളെ ശ്രദ്ധിച്ചേ. ഗുഡ് മോർണിംഗ് സല്യൂട്ടേഷൻ കണ്ടോ? ഇവിടെ സല്യൂട്ടേഷൻ കണ്ടോടാ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. Good morning, respect teachers and my dear friends. And today I would like to share an important message. എനിക്ക് ഇന്നിപ്പോ നിങ്ങളോട് ഒരു നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് പറയാനുള്ളത്. ബി കെയർഫുൾ ബിഫോർ യു ടേക്ക് പാർട്ട് ഇൻ ലക്കി ഡ്രോസ്. നിങ്ങൾ ലക്കി ഡ്രോസിൽ പാർട്ട് ആവുന്നതിന് മുമ്പ് നിങ്ങൾ കെയർഫുൾ ആയിരിക്കുക. learned this lesson the hard way. ഞാൻ ഈ ഒരു പാഠം പഠിച്ചത് ഒരു ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നാണ്. സത്യമേവ കുറച്ച് സമയം മുമ്പ് I participated in simple lottery thinking. അതായത് ഞങ്ങൾ ഈ പഠിച്ച കഥ ഉണ്ടല്ലോ, കഥ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. അതായത് നറേറ്റർ പറയുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എന്നിട്ടോ ആ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിനുണ്ടായ നാശനഷ്ടങ്ങളും അദ്ദേഹത്തിനുണ്ടായ ഡെപ്സും അദ്ദേഹത്തിന് വന്ന നോട്ടീസസും അക്കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് അവസാനമായിട്ട് ഒരു കൺക്ലൂഷൻ, ഒരു മെസ്സേജ് കൊടുക്കാം. എങ്ങനെയാ? സോ ഡിയർ ഫ്രണ്ട്സ്, മക്കളെ എന്ത് ചെയ്യാം? തിങ്ക് ട്വൈസ്. നിങ്ങൾ എല്ലായ്പ്പോഴും 2 പ്രാവശ്യം ചിന്തിക്കുക. ബിഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലക്കി ഡ്രോസ്. നിങ്ങൾ ലക്കി ഡ്രോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം നിങ്ങൾ ചിന്തിക്കുക. എങ്ങനെയാ? ആസ്ക് യുവർ സെൽഫ്, ഡു ഐ റിയലി നീഡ് ദിസ് പ്രൈസ്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ ഒരു ലക്കി ഡ്രോയിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലഭിക്കുന്ന പ്രൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ അധികം ചോദിക്കുക. കാരണം അഫോർഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ്, എനിക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അഫോർഡബിലിറ്റി, എനിക്കതിനുള്ള ഒരു പരിമിതി ഉണ്ടോ എന്ന് ഞാൻ നോക്കാം. ഇസ് ഇറ്റ് വർത്ത് ദ റിസ്ക്? ഇതിന്റെ റിസ്ക് എടുക്കാൻ ഞാൻ വർത്ത് ആണോ എന്ന് ചിന്തിക്കാം. ലക്ക് മേ ടു അട്രാക്റ്റീവ്, ഒരു പക്ഷേ ഈ ഒരു ലക്കി ഡ്രോക്കൊക്കെ നമുക്ക് അട്രാക്റ്റീവ് ആയി തോന്നിയേക്കാം. ബട്ട് ഇറ്റ് കാൻ ഓൾസോ ബിക്കം എ ഹെവി റെസ്പോൺസിബിലിറ്റി. ബട്ട് ഇത് ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പിന്നീട് മാറിയേക്കാം. താങ്ക് യു എന്ന് കൂടി പറഞ്ഞ് നിങ്ങൾക്ക് കൺക്ലൂഷൻ കൊടുക്കാം. മനസ്സിലായല്ലോ മക്കളെ? പിന്നീട് ചോദ്യം, ദി സ്റ്റോറി എൻജിൻ ട്രബിൾ ഷോസ് ദാറ്റ് അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് കാൻ ബിക്കം ബർഡൻസ്. ഡിസ്കസ്. ഈ ഒരു എൻജിൻ ട്രബിൾ നടന്ന സംഭവം ഉണ്ടല്ലോ, ഒരു എസ് ആണ് കേട്ടോ. ഈ ഒരു എൻജിൻ ട്രബിൾ നടന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഈ എൻജിൻ ട്രബിൾ നടന്ന സംഭവം പഠിപ്പിക്കുന്നത് എന്താണ്? അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് ഒക്കെ ഒരു ബേർഡിനായിട്ട് മാറുന്നു എന്നാണ്. അല്ലെ? ഡിസ്കസ് ചെയ്യുക. അതായത് എസ് എഴുതുക. എസ് എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കണ്ടോ? ഒരു സ്റ്റാർട്ടിങ് കണ്ടോ? ആർ.കെ. നാരായണൻസ് എൻജിൻ ട്രബിൾ ഈസ് an excellent example of how an unexpected gift instead of bringing joy can become a heavy burden filled with problems. അതായത് കണ്ടോ, ഒരു സ്റ്റാർട്ടിങ് കണ്ടോ? ആരാണ് എഴുതിയത്? എന്താണ് സ്റ്റോറിയുടെ പേര്? അത് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മക്കളെ. ആർ.കെ. നാരായണൻസ് സ്റ്റോറി എൻജിൻ ട്രബിൾ ഈസ് an excellent example of how an unexpected gift instead of bringing joy can become a heavy burden filled with problems. ഈ ഒരു ചാപ്റ്റർ നമുക്ക് എക്സലന്റ് ആയിട്ടൊരു എക്സാമ്പിൾ ആണ്. എന്തിനൊരു എക്സാമ്പിൾ ആണ്? ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു ഗിഫ്റ്റ്, അതായത് നമുക്ക് സന്തോഷവും അതുപോലെ തന്നെ സമാധാനമൊക്കെ കൊണ്ടുതരുന്നതിനേക്കാളും കൂടുതൽ ഒരു ഹെവി ആയിട്ടുള്ള ബേർഡനാണ് നൽകുന്നത്. ഫിൽഡ് വിത്ത് പ്രോബ്ലം, കുറെ പ്രോബ്ലം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബേർഡനാണ് നൽകുന്നത് എന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ചാപ്റ്റർ. The narrator wins a huge rod in the lottery, and although this seems like a moment of luck, it soon becomes clear that the gift is completely inappropriate for his circumstances. അതായത് അദ്ദേഹം ഒരു എന്താണ് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള റോഡ് വിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ ലക്കാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. സ്വയം അദ്ദേഹം അങ്ങനെ വിചാരിക്കുന്നുണ്ട്, ലക്ക് കാരണമാണ് അദ്ദേഹത്തിന് ഇത് വിജയിച്ചതെന്ന്. ബട്ട് പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒരു യൂസ് അല്ലാത്തൊരു കാര്യമാണ്. എനിക്ക് ഈ ഒരു കാര്യം കൊണ്ട് തീരെ ഒരു ഉപകാരം ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. The first sign of burden is the practical difficulty of owning such a massive machine. ആദ്യം തന്നെ ഇത്രത്തോളം വലിയൊരു മാസീവ് ആയിട്ടുള്ള ഇത്രത്തോളം വലിയ
മിഷൻ കൊണ്ട് എനിക്ക് എന്താണ് സാധിക്കുക, എന്താണ് ഞാൻ ഇതിനെ മാറ്റാൻ പറ്റുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബേർഡൻ. ദി നറേറ്റർ is a poor man with no land. ആ നറേറ്റർ എങ്ങനെയുള്ള ആളാണ്? വലിയ പൈസക്കാരനൊന്നും അല്ല അല്ലേ? യെസ്, അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ഭൂമി പോലും ഇല്ല. നോ സ്റ്റോറേജ് സ്പേസ്, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കാൻ ഒരു സ്റ്റോറേജ് പോലും ഇല്ല. നോ മണി ടു ഓപ്പറേറ്റ് എൻജിൻ, ഈ എൻജിൻ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ക്യാഷും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. Keeping the engine on the roadside creates obstructions, draws unwanted attention and earns him complaints from the public. അദ്ദേഹം ആ ഒരു എൻജിൻ ട്രബിൾ റോഡ് എൻജിനെ റോഡ് സൈഡിൽ വെച്ചത് കാരണം അദ്ദേഹത്തിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ കുറെ അറ്റൻഷനും അതുപോലെ തന്നെ കുറെ കംപ്ലൈൻസ്, പബ്ലിക്കിൽ നിന്ന് കുറെ കംപ്ലൈൻസ് ഒക്കെ ലഭിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് പ്രൗഡ്, അദ്ദേഹത്തിന് ഈ ഒരു ലക്കി ഡ്രോയിൽ വിജയിച്ചത് കാരണം പ്രൗഡ് ആവുന്നതിന് പകരം ഈ ഫീൽസ് എംബറാസ്ഡ് ആൻഡ് ഹെൽപ്ലെസ്, അദ്ദേഹം പാടെ നാണം കെടുകയും അതുപോലെ തന്നെ ഹെൽപ്ലെസ് ആയി മാറുകയായിരുന്നു ഈ ഒരു റോഡ് എൻജിൻ ലഭിച്ചത് കാരണം. The financial burden is even greater. ഫിനാൻഷ്യൽ ബർഡൻ ആയിരുന്നു എല്ലാത്തിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന് കഷ്ടത ഉണ്ടാക്കിയത്. He cannot afford to maintain or run the engine. അദ്ദേഹത്തിന് ആ റോഡ് എൻജിനെ എന്താ ഷഫ്ന? ഓക്കെ, അതായത് അദ്ദേഹത്തിന് ഈ റോഡ് എൻജിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ അതല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാനോ ബഡ്ജറ്റ് പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. When he tried to move it, he had to hire Joseph, whose fee the narrator can hardly afford. അദ്ദേഹത്തിന് കഷ്ടിച്ച് ഈ ഒരു ഫീസ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നു ഇതിനെ മാറ്റാൻ വേണ്ടി. മൂവിംഗ് ദ എൻജിൻ സ്ലോ, അതായത് എൻജിനെ മൂവ് ചെയ്യുക എന്ന് പറയുന്നത് സ്ലോ ആയിട്ടാണ്. എക്സോസ്റ്റിംഗ് ആൻഡ് പ്രോബ്ലമാറ്റിക്, മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. ഇത് മാറ്റാൻ ശ്രമിച്ച സമയത്ത് മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. This situation turns worse when the engine gets stuck in the temple compound during a big festival. ഒരു വലിയ ഫെസ്റ്റിവൽ നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് തന്നെ ഈ ടെമ്പിളിന്റെ കോമ്പൗണ്ടില് അടിച്ചു കയറിയിട്ട് ഫുള്ള് എന്തായി ഒരു വേഴ്സ് ആവുന്ന സിറ്റുവേഷൻ ആയിട്ട് മാറി ഈ ഒരു എൻജിൻ. The narrator becomes the target of public anger and eventually is dragged into a legal case and forced to pay a fine. അതായത് ഈ നാട്ടുകാരുടെ ഒക്കെ വല്ലാതെ ദേഷ്യം ഇദ്ദേഹത്തിന്റെ നറേറ്ററിന് ലഭിച്ചു. എന്തുട്ടാണ് ഇദ്ദേഹം നടത്തുന്നത്, ഇദ്ദേഹം എന്താണ് കാണിക്കുന്നത് എന്ന് വെച്ച് ഈ ആൾക്കാരൊക്കെ ഇദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. അതുപോലെ തന്നെ ലീഗലി ആയിട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. The gift that was supposed to improve his life instead bring social trouble, financial strain, physical hardship and legal issues. ഈ ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഇംപ്രൂവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിനാൻഷ്യൽ ആയിട്ടായാലും ഫിസിക്കലി ആയിട്ടായാലും ലീഗലി ആയിട്ടായാലും അദ്ദേഹത്തിന് ട്രബിൾസ് മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത്. In the end, അവസാനമായിട്ടോ എന്താ സംഭവിച്ചത്? The narrator feels relieved only when the army takes the engine away, proving that the prize was never a blessing. അതായത് അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു റോഡ് എന്തായി മാറി? ഒരു വെല്ലിലേക്ക് പോയി വീണു. അവിടെ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഈ ഒരു സംഭവം കാണിക്കുന്നത് എന്താണ്? പ്രൂവ് ചെയ്യുന്നത് എന്താണ്? പ്രൈസ് ഒരിക്കലും ഒരു ബ്ലെസ്സിങ് അല്ല എന്ന്. Through this humorous yet meaningful story, Narayan conveys that a gift may be beneficial only when it suits a person's need and circumstances. അതായത് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആർക്കെ നാരായൺ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താണ്? ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങള് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് യൂസ് ആവുന്നത് എപ്പോഴാണ്? ആ ഒരു തരുന്ന ഗിഫ്റ്റ് കാരണം ആ ഗിഫ്റ്റിന് ഞങ്ങൾ സ്യൂട്ടാണോ, ഞങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന ഒരു തിരിച്ചറിവ് എന്തായാലും ആവശ്യമാണ്. ബിക്കോസ് ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആരോണ് ഒരു എഞ്ചിനീയർ ആണ്. ഞാൻ എന്ത് ചെയ്തു? ആരോണിന് പട്ടാളക്കാരുടെ ഒരു ഡ്രസ്സ് ഞാൻ അവന് ഗിഫ്റ്റ് കൊടുത്തു. അതുകൊണ്ട് അവന് വല്ല യൂസ് ഉണ്ടോ? ഇല്ല. അതായത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവണം അതിന്റെ യൂസ് എന്താണെന്ന്. Otherwise it becomes a burden that causes more trouble than happiness. അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് കാരണം ട്രബിൾ ആണ് ഉണ്ടാവുക ഈ ഒരു ഹാപ്പിനെസിനേക്കാളും കൂടുതൽ. മനസ്സിലായല്ലോ? ഇനി മക്കളെ യെസ്, ഇമാജിൻ യു ആർ ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി എൻജിൻ ട്രബിൾ. നിങ്ങൾ വിചാരിക്കുക നിങ്ങളാണ് ഈ ഒരു ഇത് എഴുതിയെടുത്തോട്ടെ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂട്ടാ. ഇത് മെറ്റീരിയൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. Imagine you are the narrator of the story engine trouble. നിങ്ങളാണ്
എഞ്ചിൻ ട്രബിളിൽ narrator എന്ന് വിചാരിക്കാം. After facing all the problems caused by the road engine, you decide to write a letter to your friend describing your experience. Write the letter. അതായത് നിങ്ങളുടെ ഈ ഒരു എല്ലാ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, റോഡ് എഞ്ചിന്റെ എല്ലാ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതാണ്. ആ കത്ത് എഴുതുക. എങ്ങനെയാ എഴുതാം നോക്കിയേ. ആദ്യം തന്നെ സ്ഥലപ്പേര് എഴുതി മാൽഗുഡി, എന്നിട്ടോ ഡേറ്റ് എഴുതി അല്ലേ 15th March 2025. ഡിയർ രാമു, രാമു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ തുടങ്ങാം. ആദ്യം തന്നെ എഴുതുന്ന സമയത്തോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ട്ടാ, ബിക്കോസ് ഇത് മെറ്റീരിയൽ എഴുതിയിട്ടില്ല. പിന്നീട് നിങ്ങൾ ഇത് വായിച്ച് എഴുതണം. ഓക്കെ, ഇതിപ്പോ സ്ക്രീൻഷോട്ട് എടുത്തോടാ. ആദ്യം തന്നെ ഇറ്റ്സ് എൻ ഇൻഫോർമൽ ലെറ്റർ ആണ് കേട്ടോ. ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ആണ്. ഇൻഫോർമൽ ലെറ്റർ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാമിന് അറിയാം. അതായത് ആദ്യം തന്നെ ഒരു സ്ഥലം എഴുതാം, ഡേറ്റ് എഴുതാം. ഡേറ്റ് മതി, സ്ഥലത്തിന്റെ ആവശ്യമില്ല കേട്ടോ. എങ്കിൽ പോലും ഡേറ്റ് എഴുതാം. ഡിയർ രാമു അല്ലെങ്കിൽ ഡിയർ ഷഫ്ന, ഡിയർ ആരോൺ, ഡിയർ സൈഫ, ഇങ്ങനെ എഴുതാം. ഓക്കെ, എന്നിട്ട് ആദ്യം തന്നെ അവരുടെ സുഖവിവരണം ചോദിക്കാം. I hope you are doing well. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടുണ്ടെന്ന്. I am writing to tell you about the most unbelievable and exhausting experience of my life. ഞാൻ ഇപ്പോൾ കത്ത് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അത്രത്തോളം സങ്കടകരമായിട്ടുള്ള, അത്രത്തോളം വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്റെ ജീവിതത്തിൽ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. Something that began as a stroke of luck but soon turned into the biggest burden I have ever carried. എനിക്കിതൊരു നല്ല ഒരു ലക്കായിട്ടാണ് ഫീൽ ചെയ്തത്. ബട്ട് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് ഏറ്റവും ഞാൻ ക്യാരി ചെയ്തതിൽ വെച്ച് ഏറ്റവും ബേർഡൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. A few weeks ago, കുറച്ച് ആഴ്ചകൾ മുമ്പ് എന്തായി, I won a giant road engine as the prize in a lucky draw at Gatelyland. Gatelyandൽ വെച്ച് ഞാനൊരു റോഡ് എഞ്ചിനിൽ ലക്കി ഡ്രോയിൽ വെച്ച് ആ റോഡ് എഞ്ചിൻ വിൻ ചെയ്തു. അറ്റ് ഫസ്റ്റ് പ്രൈസ് എവരിവൺ അഡ്മയർ മീ. എല്ലാവരും എന്നെ വല്ലാതെ അഡ്മയർ ചെയ്തു. ഓ നിനക്ക് ഇത് മറിഞ്ഞൂലേ, നിനക്ക് പ്രൈസ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും അഡ്മയർ ചെയ്തു. എന്നിട്ടോ ഈവൻ ഐ ഫെൽറ്റ് പ്രൗഡ്, ഞാൻ പോലും അതിൽ പ്രൗഡായി. ബട്ട് സൂൺ ഐ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ടു ഹ്യൂജ് ടു മൂവ്. അതായത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയൊരു കാര്യമാണ്, സോ ഇതിനെ മൂവ് ചെയ്യാൻ പോലും പറ്റൂല എന്ന്. ടു യൂസ്ലെസ് ടു സെൽ, ഇത് ഒരിക്കലും വിൽക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. ആൻഡ് ടു എക്സ്പെൻസീവ് ടു കീപ്, അതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി വല്ലാത്ത ക്യാഷും ആവശ്യമാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയണം. അതായത് ഓരോ ദിവസവും ഞാൻ ട്രബിൾ ആയിരുന്നു ഫേസ് ചെയ്തത്. ഞാൻ ടെമ്പിൾ എലിഫന്റിനെ കൊണ്ട് അതിനെ മൂവ് ചെയ്യാൻ വേണ്ടി നോക്കി, എന്നിട്ടും അവിടെയും പ്രശ്നങ്ങളായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു, ഞാൻ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്തതിനു ശേഷം എന്തായി, ഈ ഒരു കുറെ ഡെപ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു, കടം കൊടുക്കാനുണ്ടായിരുന്നു, ഫൈന് കൊടുക്കാനുണ്ടായിരുന്നു. ആ ഫൈനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ഷോർട്ടായിട്ട് ഒരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പം കാരണം എന്തായി മാറി, ഒരാളുടെ കിണറിലേക്ക് എന്റെ റോഡ് എഞ്ചിൻ മറിഞ്ഞു വീണു. അങ്ങനെ അവരുടെ കിണറ് അടഞ്ഞു. അതൊരു ഹെൽപ്പായിട്ട് മാറി പിന്നീട്. സോ ആ ഒരു കിണറിന്റെ ഓണർ എനിക്ക് ഈ ഒരു പേ ചെയ്യാനുള്ള ക്യാഷ് ഒക്കെ എനിക്ക് തിരിച്ചു തന്നു. സോ ഞാൻ ഇതൊക്കെ സെറ്റിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചെയ്യാം. മനസ്സിലായല്ലോ? എന്നിട്ടോ അവസാനമായിട്ട് ഒരു കൺക്ലൂഷൻ കൂടെ കൊടുക്കാം. രാമു, ഐ ഹാവ് ലേൺഡ് നെവർ ടു ട്രസ്റ്റ് ലക്കി ഡ്രോസ് അഗൈൻ. രാമു, ഞാനൊരു പാഠം പഠിച്ചു ഈ ഒരു കാര്യത്തിൽ നിന്ന്. ഒരിക്കലും ഇനി ലക്കി ഡ്രോസിനെ വിശ്വസിക്കരുത്. സംടൈംസ് അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് ക്യാൻ ബിക്കം അൺറിലയബിൾ ബേർഡൻസ്. ഓരോ സമയം ചിലപ്പോൾ എന്ത് സംഭവിക്കാറുണ്ട്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലഭിക്കുന്ന ഗിഫ്റ്റ് ഒക്കെ ഒരു വലിയ ബേർഡൻ ആയിട്ട് മാറാറുണ്ട്. I wish you had been here to witness the madness. I will tell you the rest when we meet. എനിക്ക് വീണ്ടും കുറെ കാര്യങ്ങൾ നിന്നോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഇതിൽ പറ്റൂല. ഞങ്ങൾ എപ്പോഴെങ്കിലും മീറ്റ് ആവുന്ന സമയത്ത് ഞാൻ വീണ്ടും കാര്യങ്ങൾ പറയാം. യുവർ ലവിംഗ്ലി നറേറ്റർ. നറേറ്ററിന്റെ പേര് ഈ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടില്ല, സോ നറേറ്ററിന് എഴുതിയതാണ് കേട്ടോ. ഇനി നിങ്ങളൊരു ബുക്കും പെന്നും എടുത്ത് എക്സാം ആണ്. ഈ ഒരു സംഭവം പെട്ടെന്ന് എഴുതിയതിന്റെ ആൻസർ. Describe the problems faced by the narrator after winning the road engine. 5:55 വരെയാണ് സമയം. 5:55 വരെയാണ് സമയം. Describe the problem faced by the narrator after winning the road engine. റോഡ് എഞ്ചിൻ വിൻ ചെയ്തതിനു ശേഷം അദ്ദേഹം ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു എന്ന് എഴുതുക.
എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അദ്ദേഹം ഫേസ് ചെയ്തതെന്ന് എഴുതുക. 5:55 വരെയാണ് സമയം. നിങ്ങളെ പാരന്റ്സിനെ വിളിച്ച് അടുത്തിരുത്തിയേ. പാരന്റ്സിനെ വിളിച്ച് അടുത്തിരുത്തിയേ. അമ്പത്തഞ്ച് വരെയാണ് സമയം. എഴുതിക്കോളൂട്ടാ. ആരോൺ എഴുതുന്നുണ്ടോ? അമ്പത്തഞ്ച് വരെയാണ് സമയം. കഴിഞ്ഞോടാ സൈഫ? രണ്ട് മിനിറ്റ് കൂടി ഉണ്ട് കേട്ടോ. നോക്കി എഴുതരുത്. സൈഫ, ഷഫ്ന, ആരോൺ പാരന്റ്സിനെ അടുത്തിരുത്തിച്ചേ. കഴിഞ്ഞോടാ. ഒരു മിനിറ്റ് കൂടി ഉണ്ട്. സമയം കഴിഞ്ഞൂട്ടാ. സമയം കഴിഞ്ഞൂട്ടാ. ഒന്ന് കാണിച്ച സ്ക്രീനിലേക്ക് കാണിച്ച നിങ്ങൾ എഴുതിയത്. 3 പേരും എഴുതിയതൊന്ന് സ്ക്രീനിലോട്ട് കാണിച്ചേ. വെറും 2 ലൈനാണോ സൈഫ? എന്തുട്ടത്? ഷഫ്ന ഓക്കെ, നീറ്റിൽ എഴുതാൻ ട്രൈ ചെയ്യണേ ഷഫ്ന. ആരോണ്ട് ആൻസർ കാണിച്ചേ. അതെന്താ ടെക്സ്റ്റ് ക്ലോസ് ചെയ്ത് ടെക്സ്റ്റ് എടുത്തേ അതിന്റെ മുകളിൽ നിന്ന്.
ഓക്കെ ഗൈസ്, മാം ഒന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇത്രയൊക്കെ പഠിപ്പിച്ചു മനസ്സിലായില്ല, മനസ്സിലാവാത്ത ചോദിക്കണ്ടേ? അപ്പോ ദി നറേറ്റേഴ്സ് ലൈഫ് ബിക്കംസ്, അദ്ദേഹത്തിന്റെ ജീവിതം ഒരു മിസറബിൾ ആയിട്ട് മാറി, ഒരു കഷ്ടപ്പാട് നിറഞ്ഞതായി മാറി. ആൻഡ് ഹി വിൻസ് ദ ഹ്യൂജ് റോഡൻസ് ഇൻ ലോട്ടറി തോ ഇറ്റ് സീംസ് ലൈക്ക് എ പ്രൈസ്. ആദ്യം അതൊരു പ്രൈസ് ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്, പിന്നീട് ഒരു ബേർഡൻ ആയിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അതായത് ഫസ്റ്റ് ഫേസസ് പ്രോബ്ലം ഓഫ് സ്പേസ്, അത് എവിടെ വെക്കണം എന്നൊരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ because the engineers felt the front of the club and municipal authorities warned him to remove the immediately. അതായത് അവിടെ ഗ്രൗണ്ടിൽ വെച്ച സമയത്ത് അദ്ദേഹത്തെ എല്ലാവരും വാണിംഗ് ചെയ്തു, മുനിസിപ്പാലിറ്റി ഒക്കെ വാൺ ചെയ്തു, അവിടെ വെക്കരുത്, അവിടുന്ന് എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞ് വാണിംഗ് ചെയ്തു. അതായിരുന്നു അദ്ദേഹത്തിന് ആദ്യത്തെ പ്രശ്നം, എവിടെ ഇത് വെക്കും എന്ന പ്രശ്നം, സ്പേസ് ഇല്ലായ്മ. എന്നിട്ടോ സിൻസ് ഹി ഹാസ് നോ മണി ഓർ പ്രോപ്പർ പ്ലേസ് ടു കീപ് ഇറ്റ്, അദ്ദേഹത്തിന് എന്നിട്ടും ക്യാഷ് ഉണ്ടായിരുന്നില്ല കയ്യിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല അത് കറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി. ദി എൻജിൻ ബിക്കംസ് എ ന്യൂസിനസ്, അതായത് ഈ ഒരു എൻജിൻ എന്തായി മാറി, ഒരു ന്യൂസൻസ് ആയി മാറി, ഒരു എന്താണ്, ഒരു ബേർഡിനായിട്ട് മാറി. അടുത്തതായിട്ട് എന്താ, നെക്സ്റ്റ് സ്ട്രഗിൾസ് ടു ഫൈൻഡ് ഹെൽപ്പ് ടു മൂവ് ദ എൻജിൻ, ആ എൻജിൻ മൂവ് ചെയ്യാൻ വേണ്ടി ആൾക്കാരുടെ ഹെൽപ്പ് ചോദിച്ചു. ആസ് നോ വൺ ഈസ് വില്ലിംഗ് ടു ഹാൻഡിൽ സച്ച് എ മാസീവ് മിഷൻ, ഇത്രത്തോളം വലിയ മിഷനെ ഹാൻഡിൽ ചെയ്യാൻ ഒരാൾക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. സൈഫ ക്യാമറ ശരിയാക്കി വെച്ചേ, റൊട്ടേഷൻ മോഡിൽ വെച്ച്, ഫോൺ എടുക്കല്ല. Even when he gets help from a soothsayer, a few coolies and a mahout, the plan fails and the operations leads the confusion and chaos. അതായത് അദ്ദേഹം പല ആൾക്കാരെ വിളിച്ചു, ഒരു എന്താ ജോസഫ് പോലെയുള്ള ആൾക്കാരെ വിളിച്ചു, ഈ കൂലീസിനെ വിളിച്ചു ഇത് മാറ്റാൻ വേണ്ടി, എന്നിട്ടും ആ പ്ലാൻ, ആ ഓപ്പറേഷനും ഫുൾ ഫെയിൽ ആയിരുന്നു. The biggest problem occurs when the engine gets stuck in a temple compound. ടെമ്പിൾ കോമ്പൗണ്ടിൽ വെച്ചിട്ട് ഈ ഒരു എൻജിന് എന്താ സ്റ്റെക്ക് ആയപ്പോഴായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. causing damages which he is forced to take responsibility for. അതായത് ഈ ഒരു എൻജിന് കാരണമുണ്ടായ എല്ലാ നാശനഷ്ടങ്ങൾക്കും ഇദ്ദേഹം ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വന്നു, റെസ്പോൺസിബിൾ ആയിരുന്നു. പീപ്പിൾ ബ്ലെയിം ഹിം ഫോർ ദ ആക്സിഡന്റ്, അതാ ഒരു ആക്സിഡന്റ് കാരണം ഉണ്ടായതാണ് എങ്കിൽ പോലും ആൾക്കാരൊക്കെ ഇദ്ദേഹത്തെ വല്ലാതെ കുറ്റപ്പെടുത്തി. ആഡിങ് മെന്റൽ സ്ട്രെസ്, അദ്ദേഹത്തിന് വല്ലാതെ മെന്റൽ സ്ട്രെസ് ലഭിച്ചു. Thus the road engine instead of being a gift becomes a source of endless trouble. അതായത് ഈ ഒരു റോഡ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു വലിയ ഗിഫ്റ്റിനേക്കാളും വലിയ ഒരു തീരാത്ത ഒരു ട്രബിൾ ആയിരുന്നു, കഷ്ടപ്പാടായിരുന്നു, ഫിനാൻഷ്യൽ ലോസ് ആയിരുന്നു. എംബറാസ്മെന്റ് ആൻഡ് ടെൻഷൻ ഫോർ ദ നറേറ്റർ, നറേറ്ററിന് എല്ലാ സമയത്തും ലഭിക്കുന്ന ഒരു എന്താ കുറ്റപ്പെടുത്തലും അതുപോലെ തന്നെ ടെൻഷനുമായിരുന്നു ഈ ഒരു നറേറ്ററിന് ഈ ഒരു എഞ്ചിൻ ട്രബിൾ ഉണ്ടായതുകൊണ്ട്, സോറി റോഡ് എഞ്ചിൻ കാരണം. മനസ്സിലായല്ലോ മക്കളെ? Do you have any doubt? Do you have any doubt? No doubt? ഈ രണ്ട് ചാപ്റ്ററിൽ ഒരു ഡൗട്ടും ഇല്ല, എല്ലാം മനസ്സിലായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോ നെക്സ്റ്റ് രണ്ട് ചാപ്റ്റർ പഠിച്ചിട്ട് വരണേ, അടുത്ത റിവിഷനിൽ വരുമ്പോ. ഓക്കെ അല്ലേ? ഒരു ഡൗട്ടും ഇല്ല. എന്തൊക്കെയാരോൺ? അടുത്ത രണ്ട് ചാപ്റ്റർ ഏതെല്ലാം നോക്കിയേ, നിങ്ങളാണോ പഠിക്കുന്നത് ഞാനാണോ? അടുത്ത ഏതൊക്കെ ചാപ്റ്ററാ? രണ്ട് ചാപ്റ്റർ കഴിഞ്ഞു, ഇനി അടുത്ത രണ്ട് ചാപ്റ്റർ ഏതൊക്കെയാ? ഏതൊക്കെയാ? എന്തുട്ടാ? ആസ്ട്രോണമറും ഗെറ്റ് ടുഗദറും. യെസ്, ഓക്കെ ഓക്കെ ഗൈസ്, ദെൻ ബൈ ബൈ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു. നല്ല രീതിയിൽ പഠിക്കണേ.